നിറയെ ചില്ലുകളിട്ട വലിയ ബിൽഡിങ്ങിന്റെ മുന്നിൽ അലന്റെ കാർ വന്നു നിന്നു. സെക്യൂരിറ്റി സല്യൂട്ട് കാണിച്ചപ്പോൾ അലൻ ഒന്ന് തലയാട്ടിക്കൊണ്ട് ബിൽഡിങ്ങിനകത്തേക്ക് കയറി. നേരെ അവൻ ചെന്നത് അതിവിശാലമായ തന്റെ ക്യാബിനിലേക്കാണ്. അലൻ ജോസഫ് 30 വയസ്സ് പ്രായമേ ഉള്ളുവെങ്കിലും തന്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണിനും സ്ഥാനമില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്ത കോടീശ്വരനായ ചെറുപ്പക്കാരനായിരുന്നു അവൻ. ബിസിനസ്സുകാരൻ, സമ്പന്നൻ, നാടു മുഴുവൻ സ്വത്തുക്കളെല്ലാം ഉണ്ടെങ്കിലും ഒരു കല്യാണത്തെക്കുറിച്ച് മാത്രം അവൻ ഒരു ചിന്തയുമില്ലായിരുന്നു. കല്യാണം വേണ്ടെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു അവൻ. പക്ഷേ അപ്പോഴും ഒരു കുഞ്ഞിനോടുള്ള മോഹം അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. തനിക്ക് കൊഞ്ചിക്കാൻ, ലാളിക്കാൻ, തന്റെ സർവ്വസ്വത്തിനും അവകാശിയാവാൻ, തന്റേതെന്ന് പറയാൻ തന്റെ ചോരയിൽ ഒരു കുഞ്ഞു വേണം. കല്യാണം കഴിഞ്ഞ് മനോഹരമായി ജീവിക്കേണ്ട പ്രായത്തിൽ തന്നെ എല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ട് അവൻ എടുത്ത തീരുമാനം അതായിരുന്നു. അവകാശികളില്ലാതെ താൻ മരിച്ചുപോയാൽ തന്റെ സ്വത്തുക്കളെല്ലാം അന്യാധീനപ്പെട്ടു പോകും. തന്റെ കോടികളുടെ സാമ്രാജ്യം കൈമാറാൻ ഒരു അവകാശി വേണം. പ്രണയമില്ലാതെ, വികാരമില്ലാതെ, ഒരു പെൺകുട്ടിയോടുള്ള യാതൊരു മോഹവുമില്ലാതെ നിയമപരമായ ഒരു വാടക ഗർഭധാരണ കരാറിലൂടെ ഒരു കുഞ്ഞിനെ സ്വന്തമാക്കാനുള്ള തീരുമാനത്തിലായിരുന്നു അവൻ. അലന്റെ ബിസിനസ് സഹായിയും പേഴ്സണൽ അഡ്വക്കേറ്റുമായ ചന്ദ്രദാസ് മേനോനും അപ്പോൾ അങ്ങോട്ടെത്തി. അലൻ കറുത്ത ലെതർ കസേരയിൽ തികഞ്ഞ ബിസിനസ് മനോഭാവത്തോടെ കാത്തിരിക്കുകയായിരുന്നു. അവന്റെ മനസ്സിൽ യാതൊരു വികാരത്തിനും സ്ഥാനമുണ്ടായിരുന്നില്ല. കൃത്യം 11 മണിക്ക് ഓഫീസിന്റെ ഗ്ലാസ് ഡോർ പതിയെ തുറന്നു. അകത്തേക്ക് വന്നത് 2 പേരായിരുന്നു. മുന്നിൽ ഒരു പ്രായം ചെന്ന ക്ഷീണിച്ച അച്ഛൻ. വൃത്തിയുള്ള ഒരു മുണ്ടും ഷർട്ടുമായിരുന്നു വേഷം. അയാൾക്ക് പിന്നിൽ പ്രായം 20കളുടെ തുടക്കം തോന്നിക്കുന്ന, കാണാൻ നല്ല ഭംഗിയുള്ള ഒതുങ്ങിയ ഒരു പെൺകുട്ടി, കാവ്യ. കാവ്യ അകത്തേക്ക് കടന്നു വന്നപ്പോൾ ഓഫീസിന്റെ ആഡംബരപരമായ തിളങ്ങുന്ന ലൈറ്റുകളുടെ അന്തരീക്ഷത്തിൽ അവളുടെ സ്വാഭാവിക സൗന്ദര്യം ഒരു നേർത്ത വെളിച്ചം പോലെ വേറിട്ടു നിന്നു. അവളുടെ ഭംഗി അണിഞ്ഞൊരുങ്ങിയതായിരുന്നില്ല, മറിച്ച് ലാളിത്യം നിറഞ്ഞതായിരുന്നു. അവളുടെ സൗന്ദര്യം ഏറ്റവും എടുത്തു തോന്നിക്കുന്ന ഭാഗം അവളുടെ കണ്ണുകളായിരുന്നു. വിടർന്ന, കറുത്ത, ആയമേറിയ കടൽ പോലെ തോന്നിക്കുന്ന ആ കണ്ണുകൾ. പെട്ടെന്ന് അങ്ങോട്ട് കയറിയതും ആ കണ്ണുകളിൽ നിറയെ പേടിയുണ്ടായിരുന്നു. ഒപ്പം ആ കണ്ണുകളുടെ ഭംഗിക്ക് പിന്നിൽ സ്വന്തം വിധി സ്വയം ഏറ്റെടുത്ത ഒരു നിസ്സഹായത ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അലൻ അപ്പോൾ ഒന്ന് മുഖമുയർത്തി അവളെ നോക്കി. അവളുടെ നീളൻ കറുത്ത മുടി എണ്ണമയത്തോടെ ഭംഗിയായി പിന്നിലേക്ക് ഒതുക്കി കെട്ടിയിരുന്നു. ആ വലിയ നഗരത്തിന്റെ അന്തരീക്ഷത്തിലും അവളുടെ മുടിക്ക് അത്രമേൽ തിളക്കവും ഭംഗിയും തോന്നുന്നുണ്ടായിരുന്നു. അവളുടെ മുടിയുടെ കളർ നല്ല ഭംഗിയോടെ ഒന്ന് വേറിട്ട് നിന്നു. ആ കണ്ണുകളുടെ നിസ്സഹായതയും മുടിയുടെ ഒതുക്കവും സാധാരണ വസ്ത്രത്തിലെ ലാളിത്യവും എല്ലാം കൂടെ അലൻ നോക്കിയപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ ഓക്കെ ആണെന്ന് തോന്നി. അവൾ അപ്പോൾ അലനെ ഒന്ന് നോക്കി. താൻ വന്ന ആ വലിയ ഓഫീസും മുന്നിലിരിക്കുന്ന കോടീശ്വരനായ അലനെയും കണ്ട് ഒരു നിമിഷം അവൾ വല്ലാതെ ഭയന്നിരുന്നുവെന്ന് അവളുടെ മുഖഭാവം വ്യക്തമാക്കി. ഇരിക്കൂ, അലൻ അവരോട് ഇരിക്കാൻ കൈകൊണ്ടാങ്യം കാണിച്ചു. കാവ്യയും അച്ഛനും ഭയത്തോടെ കസേരയിലിരുന്നു. അഡ്വക്കേറ്റ് മേനോൻ അപ്പോൾ സംസാരിച്ചു തുടങ്ങി. സാർ, ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി. നമുക്ക് വന്ന അപേക്ഷകൾ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ പരിശോധിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയത് ഈ കുട്ടിയാണ്. ആരോഗ്യപരമായിട്ടാണെങ്കിലും ശാരീരികപരമായിട്ടാണെങ്കിലും എല്ലാം ഈ കുട്ടി ഓക്കെയാണ്. പിന്നെ സാറിന്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കേണ്ടതാകുമ്പോൾ അത്യാവശ്യം എല്ലാ ക്വാളിറ്റീസും ഉണ്ടായിരിക്കണമല്ലോ. സൗന്ദര്യം കൂടി ഒരു ഫാക്ടർ ആണല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാറിന് എന്ത് തോന്നുന്നു? അഡ്വക്കേറ്റ് മേനോൻ ഒഫീഷ്യലായി തന്നെ അലനോട് ചോദിച്ചു. അലനും കാവ്യയെ കണ്ടപ്പോൾ ഓക്കെ ആയിരുന്നെങ്കിലും അവൻ ഒന്നുകൂടെ അവളെ നന്നായി നോക്കി. കാവ്യയുടെ അച്ഛൻ അപ്പോൾ വിറയ്ക്കുന്ന കൈകളോടെ അലനു മുന്നിൽ കൈകൂപ്പി. സാർ, എന്റെ മോള്, അവൾക്ക് വേറെ വഴിയില്ലാത്തോണ്ടാ. ഞങ്ങളുടെ കടം, സാറിന്റെ കാരുണ്യം. അയാൾ പറയാൻ വാക്കുകൾ കിട്ടാതെ പറഞ്ഞു. അലൻ അപ്പോൾ ആ പ്രായമായ മനുഷ്യന്റെ യാചന പോലെയുള്ള വാക്കുകൾ ശ്രദ്ധിച്ചു. ദാരിദ്ര്യമാണ് അവരെ ഇവിടെ എത്തിച്ചതെന്ന് അവന് മനസ്സിലായി. എങ്കിലും തന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു കിട്ടണം. അതുമാത്രമേ അലൻ അപ്പോൾ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. നോക്കൂ മിസ് കാവ്യ. അലൻ ശാന്തവും എന്നാൽ അല്പം കടുപ്പവുമായ ശബ്ദത്തിൽ സംസാരിച്ചു തുടങ്ങി. അഡ്വക്കേറ്റ് മേനോൻ നിങ്ങളോട് കരാറിനെ കുറിച്ചെല്ലാം പറഞ്ഞിരിക്കും. കാര്യങ്ങളൊക്കെ ഏകദേശം കാവ്യയ്ക്കും അറിയാമായിരിക്കുമല്ലോ. ഇത് വെറും ഒരു ചികിത്സാ കരാറല്ല, ഇത് നിയമപരമായ ഒരു ഉടമ്പടിയാണ്. ഞാൻ കാവ്യയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ നൽകും. വേണമെങ്കിൽ നമ്മുടെ കരാറിലുള്ളതിനേക്കാൾ കൂടുതൽ നൽകും. കാവ്യയുടെയും കാവ്യയുടെ കുടുംബത്തിന്റെയും കടങ്ങൾ തീർക്കാനുള്ള തുക. അതിനു പകരം കാവ്യ എന്റെ കുഞ്ഞിനെ ഗർഭം ചുമന്ന് ജന്മം നൽകണം, അത്രയേ വേണ്ടൂ. പിന്നെ ഞാൻ പറയാതെ തന്നെ അറിയാലോ, ഇവിടെ സെന്റിമെന്റ്സിനോ സിമ്പതിക്കോ ഒന്നും യാതൊരു സ്ഥാനവുമില്ല. അലൻ തുടർന്നു. കാവ്യ അപ്പോൾ പേടിയോടെ തറയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. അലൻ അപ്പോൾ അവളെ ഒന്ന് നന്നായി നോക്കി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രസവശേഷം കുഞ്ഞിന്മേൽ കാവ്യ യാതൊരു അവകാശവും ഉന്നയിക്കാൻ പാടില്ല. യാതൊരു അവകാശവും കാവ്യക്കുണ്ടായിരിക്കുകയില്ല.
ഡെലിവറി കഴിയുന്നു, നമ്മുടെ കരാർ തീരുന്നു, അത്രയേ ഉള്ളൂ. അതാണ് ഏറ്റവും പ്രധാനം. അലൻ ഉറച്ച ശബ്ദത്തിലാണ് പറഞ്ഞത്. കാവ്യ അപ്പോൾ ഒന്ന് തല ഉയർത്തി അലന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ പറഞ്ഞത് കാവ്യക്ക് മനസ്സിലായെന്ന് കരുതുന്നു. കുഞ്ഞിന് കാവ്യ ജന്മം നൽകുന്നു എന്നത് സത്യമാണ്. പക്ഷേ നിയമപരമായും അല്ലാതെയും കുഞ്ഞിന്റെ അവകാശി ഞാൻ മാത്രമായിരിക്കും. കാവ്യ അപ്പോൾ അലന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ആ നോട്ടത്തിൽ ഒരു ചെറിയ വേദന മിന്നി മറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ധൈര്യത്തോടെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച പോലെ അവൾ ദൃഢമായി തലയാട്ടി. സമ്മതമാണ് സാർ. പണം കിട്ടിയാൽ എന്റെ അച്ഛന്റെ കടങ്ങൾ തീരും. ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. ഞങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങാൻ സാധിക്കും. എനിക്ക് വേറൊന്നും വേണ്ട സാർ. കാവ്യ വിറച്ചുകൊണ്ട് അലനോട് പറഞ്ഞു. അലൻ അപ്പോൾ കാവ്യയുടെ മുഖഭാവം ഒന്ന് നന്നായി ശ്രദ്ധിച്ചു. അവൾ ധൈര്യശാലിയാണെന്ന് അവന് തോന്നി. എന്നാൽ അവളുടെ കണ്ണുകൾ മറച്ചു പിടിച്ച ഇങ്ങനൊരവസ്ഥയുടെ ദുഃഖം അലന്റെ ശ്രദ്ധയിലുണ്ടായിരുന്നു. തനിക്കിവൾ മതി. തന്റെ കുഞ്ഞിനെ തന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു യന്ത്രം മാത്രം. താൻ തേടി നടന്നത് ഇവളെപ്പോലെ ഒരു കുട്ടിയെ തന്നെയായിരുന്നു. വികാരങ്ങൾക്ക് വിലയില്ലാത്ത നിയമപരമായ ഒരു ഇടപാട്. അലൻ മനസ്സിൽ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. മേനോൻ അപ്പോൾ കാവ്യയുടെ മുന്നിലേക്ക് ഒരു പേപ്പർ നീക്കിവെച്ചു. എങ്കിൽ മിസ് കാവ്യ ഇവിടെ ഒപ്പിടുക. ഇന്നു മുതൽ നിങ്ങൾ എന്റെ സാറുമായുള്ള ഒരു കരാറിലാണ്. കാവ്യ അപ്പോൾ പേപ്പറിലേക്കൊന്നു നോക്കി. അവൾ പതിയെ പേനയെടുത്തു. അച്ഛൻ പേടിയോടെ അവളെ നോക്കി. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാൽ രോഗിയായ അവളുടെ അച്ഛന്റെ അവസ്ഥ, അവളുടെ കുടുംബത്തിന്റെ പ്രതീക്ഷകൾ ആ പേനയുടെ അറ്റത്തായിരുന്നു എന്ന് അവൾക്കറിയാമായിരുന്നു. ഇട്ടിട്ടു പോയി കഴിഞ്ഞാൽ അച്ഛനെ രക്ഷിക്കാൻ തനിക്ക് ഒരു വഴിയുമില്ല. അവൾ കണ്ണുകൾ അടച്ചു. പതിയെ ശ്വാസം എടുത്തുകൊണ്ട് വിറയ്ക്കുന്ന കൈകളോടെ ആ കരാറിൽ ഒപ്പിട്ടു. ആ നിമിഷം അലനൊരു കുഞ്ഞിനെ തന്റെ പണം കൊണ്ട് വാങ്ങാനുള്ള കരാറുണ്ടാക്കിയതിന്റെ ആദ്യപടി കഴിഞ്ഞതായി തോന്നി. കാവ്യ തന്റെ മാതൃത്വത്തെ പണത്തിന് വിൽക്കാൻ മാനസികമായി തയ്യാറായി കഴിഞ്ഞിട്ടുമുണ്ടായിരുന്നു. നിയമപരമായ കടലാസുകളിൽ കാവ്യ ഒപ്പിട്ട് കഴിഞ്ഞ ഉടൻ തന്നെ അലൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. അവന്റെ ഉദ്ദേശം ഒരു ബിസിനസ് ലക്ഷ്യം പൂർത്തിയാക്കുന്നത് മാത്രമായിരുന്നു. മേനോൻ സാർ, നമുക്ക് പോകാം, അലൻ മേനോനോടായി പറഞ്ഞു. എന്നിട്ട് കാവ്യയെയും അച്ഛനെയും ഒന്ന് നോക്കി. ഇന്നു മുതൽ നിങ്ങളുടെ സുരക്ഷിതത്വം എന്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ വീട്ടിലെ ചുറ്റുപാടുകൾ ഡോക്ടർമാർക്ക് അനുയോജ്യമല്ല. അതിനാൽ നിങ്ങളുടെ ചികിത്സാ കാലയളവിൽ താമസിക്കാൻ ഞാൻ ഒരു ഫ്ലാറ്റ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവൻ പറഞ്ഞപ്പോൾ കാവ്യ ഒന്നും മിണ്ടിയില്ല. ബഹുമാനത്തോടെ തലകുനിച്ചു നിന്നു. അല്പസമയത്തിനകം തന്നെ അവർ അവിടെ നിന്ന് ഇറങ്ങി. അലൻ അവരെയും കൂട്ടിപ്പോയത് ആ ടൗണിലെ തന്നെ ഏറ്റവും ആഡംബരമുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലെ പൂർണ്ണമായും സജ്ജീകരിച്ച ഫ്ളാറ്റിലേക്കാണ്. തന്റെ ചെറിയ ഗ്രാമത്തിലെ വീട്ടിൽ നിന്ന് മാറി താനിപ്പോൾ എത്തി നിൽക്കുന്നത് സ്വർഗം പോലെ ഒരിടത്താണെന്ന് കാവ്യയ്ക്ക് തോന്നി. അല്പനേരത്തേക്ക് അതൊന്നും കാവ്യക്ക് വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. ഫ്ളാറ്റിലെ ഓരോ മുക്കുമൂലയും വൃത്തിയും സൗകര്യവും ഉള്ളതായിരുന്നു. ഫ്ളാറ്റിൽ പ്രവേശിച്ച ഉടൻ അലൻ അവിടുത്തെ ജോലിക്കാരെ വിളിച്ചു. 2 സ്ത്രീകളും ഒരു ചെറുപ്പക്കാരനും അവിടെ ജോലിക്കാരായി ഉണ്ടായിരുന്നു. അവർ അപ്പോൾ അലനരികിലേക്ക് വേഗത്തിൽ വന്നു. ഈ കുട്ടിക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മുതൽ ഉണ്ടാക്കി കൊടുക്കണം. കഴിക്കാൻ എന്താവശ്യപ്പെട്ടാലും വാങ്ങിച്ചു കൊടുക്കണം. ഇനി ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഡോക്ടർ പറഞ്ഞ ലിസ്റ്റ് നോക്കി സമയത്തിന് ഈ കുട്ടിയെ കൊണ്ട് കഴിപ്പിക്കണം. തനിച്ചിരിക്കാൻ സമ്മതിക്കരുത്. TV കാണുകയോ പൂന്തോട്ടത്തിലൂടെ നടക്കുകയോ ഒക്കെയായി മനസ്സെപ്പോഴും സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. സുഖമായി ഉറങ്ങാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടായിരിക്കണം. ഒരു കൊതുക് പോലും ഈ കുട്ടിയെ ശല്യം ചെയ്യാൻ പാടില്ല. പിന്നെ അടുത്ത മാസത്തേക്ക് വേണ്ട സാധനങ്ങൾ പോലും ഇവിടെ സ്റ്റോക്ക് ചെയ്യണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പുറത്തുപോയി വാങ്ങിക്കണം. ഫ്ലാറ്റ് എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. ഒരു ഇൻഫെക്ഷനോ കാര്യമോ ഒന്നും വരാത്ത രീതിയിൽ എപ്പോഴും ഇതുപോലെ വെട്ടിത്തിളങ്ങണം. ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ അല്ലേ? ഉവ്വ് സാർ, അലൻ പറഞ്ഞപ്പോൾ അവർ ബഹുമാനത്തോടെ തലയാട്ടി. ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണം തന്നെയാണ്. ഏറ്റവും മികച്ച ഭക്ഷണവും സമയത്തിനു മരുന്നും കൃത്യമായി നൽകണം. അലൻ ജോലിക്കാരോട് കൃത്യമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അച്ഛന്റെ രോഗം മാറ്റാനും കടം വീട്ടാനുമുള്ള പണത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന കാവ്യയും അച്ഛനും അവർക്ക് ലഭിച്ച വിശാലമായ ഫ്ളാറ്റും ഒരു മേശപ്പുറം നിറയെ ഇഷ്ടഭക്ഷണങ്ങളും കണ്ട് വിസ്മയിച്ചു നിൽക്കുകയായിരുന്നു അപ്പോൾ. എങ്കിലും അതൊന്നും തന്നെ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. മനസ്സിലെവിടെയോ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള വിഷമം വല്ലാതെ അവളെ കീറി മുറിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൾ അതൊന്നും പുറത്ത് കാണിച്ചതുമില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, അപ്പോഴേക്കും ഡോക്ടർ എത്തും കേട്ടോ. അലൻ അത് പറഞ്ഞ് പുറത്തേക്ക് നടന്നു. ശേഷം അവനും അഡ്വക്കേറ്റ് മേനോനുമായി എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു.
കാവ്യയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നെങ്കിലും ഭക്ഷണം കഴിക്കാൻ അവൾക്കൊരു മടി തോന്നി. എങ്കിലും സ്റ്റാഫ് നിർബന്ധിച്ച് അവളെ ഭക്ഷണം കഴിക്കാനായി ഇരുത്തിച്ചു. അവളെ നോക്കാനുള്ള ഡോക്ടറുടെ വരവ് ഏകദേശം 1 മണിക്കൂറിനകമായിരുന്നു. ലോകോത്തര നിലവാരമുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് അവരുടെ ടീമിനൊപ്പം ഫ്ളാറ്റിലേക്ക് എത്തി. ഡോക്ടർ എത്തിയപ്പോൾ അലനും അവർക്കൊപ്പം കാവ്യക്കരികിലേക്ക് വന്നു. കാവ്യ, ഇതാണ് ഡോക്ടർ അരുൺ, ഇതിവരുടെ ഗൈനക് ടീം. അലൻ അവരെ കാവ്യയ്ക്ക് പരിചയപ്പെടുത്തി. ഒരു കുഞ്ഞിനു വേണ്ടി ഈ സാർ ഇത്രയും കാര്യങ്ങളെല്ലാം ഇത്ര ശ്രദ്ധയോടെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ആ കുഞ്ഞിനെ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ടെന്ന് കാവ്യയ്ക്ക് അപ്പോൾ തോന്നുന്നുണ്ടായിരുന്നു. ഒരു പ്രൊജക്ട് മാനേജറെ പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കുന്നുണ്ടെന്ന് അലൻ ഉറപ്പുവരുത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഡോക്ടർ അപ്പോൾ കാവ്യയെ പ്രാഥമികമായി പരിശോധിച്ചു തുടങ്ങി. അവളുടെ ആരോഗ്യസ്ഥിതി, മുൻകാല രോഗങ്ങൾ, ജീവിതശൈലി എന്നിവയെക്കുറിച്ച് ഒരിക്കൽ കൂടി ചോദിച്ചറിഞ്ഞ് ഉറപ്പുവരുത്തി. കാവ്യ പേടിയോടെയാണെങ്കിലും എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകി. അച്ഛൻ പുറത്തു പേടിയോടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ അലൻ അരികിലേക്ക് വന്നു. സാർ, കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മികച്ചതാണ്. നിലവിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. കുട്ടി IVFന് തയ്യാറുമാണ്. ഇനി കുട്ടിയുടെ പീരിയഡ്സും ഓവുലേഷനും സ്കാൻ ചെയ്ത് കൃത്യമായി ഒന്ന് ഉറപ്പുവരുത്തിയ ശേഷം അടുത്ത ബുധനാഴ്ച നമുക്ക് പ്രാരംഭ നടപടികൾ തുടങ്ങാം. കൃത്യമായ ഹോർമോൺ തെറാപ്പിക്ക് ശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ IVF നടപടിക്രമത്തിനുള്ള ദിവസം നിശ്ചയിക്കാം. ഡോക്ടർ അലനോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു പറഞ്ഞു. വളരെ നന്ദി ഡോക്ടർ. അലന്റെ ചുണ്ടിൽ അപ്പോൾ ഒരു ചിരി തെളിഞ്ഞു. ചിലവെത്രയായാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ഏറ്റവും ബെസ്റ്റായി ഏറ്റവും ശ്രദ്ധയോടെ തന്നെ എല്ലാം ചെയ്താൽ മതി. എനിക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ വേണം. അതിനു വേണ്ടതെല്ലാം നിങ്ങൾ ചെയ്യുക, അലൻ ഡോക്ടറോട് പറഞ്ഞു. എല്ലാം ചെയ്യാം സാർ, ധൈര്യമായിരിക്കൂ, ഞങ്ങൾ എന്നും കൂടെയുണ്ട്. ഡോക്ടർ അലൻ ആത്മവിശ്വാസം പകർന്നുകൊണ്ട് പറഞ്ഞു. ശേഷം കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവർ അവിടെ നിന്ന് തിരികെ പോയി. ഡോക്ടർ പോയതിനു ശേഷം അലൻ കാവ്യയോടും അച്ഛനോടുമായി സംസാരിച്ചു തുടങ്ങി. നിങ്ങൾ ഇവിടെ സുരക്ഷിതരാണ്, പുറത്തേക്ക് പോകരുത്. ആവശ്യമായതെന്തും ഈ ഫോൺ വഴി എന്നെ അറിയിക്കാം, അല്ലെങ്കിൽ എന്റെ സ്റ്റാഫിനെ അറിയിക്കാം. IVF നടപടിക്രമം കഴിയുന്നത് വരെ കാവ്യ നന്നായി വിശ്രമിക്കണം. IVF കഴിഞ്ഞാലും നല്ല റെസ്റ്റ് വേണം. എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിലും കുറച്ചു കാലത്തേക്ക് അതൊക്കെ മാറ്റിവെച്ച് കുഞ്ഞിനു വേണ്ടി മാത്രം മനസ്സുകൊണ്ട് തയ്യാറെടുക്കുക. കാവ്യയുടെ മാനസിക സ്ഥിതി എന്റെ കുഞ്ഞിന്റെ ആരോഗ്യത്തെ കൂടെ ഇനി മുതൽ ബാധിക്കും. അതുകൊണ്ട് ടെൻഷൻ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഓക്കെ, എന്നാൽ ഞാൻ പോയിട്ട് വരാം. എന്താവശ്യമുണ്ടെങ്കിലും അറിയിച്ചാൽ മതി. എല്ലാ കാര്യങ്ങളും പറഞ്ഞു ക്രമീകരിച്ച ശേഷം അലൻ അവിടെ നിന്നും മടങ്ങി. അവന്റെ മനസ്സിൽ അവൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നു കാണാനുള്ള ഒരു ആസൂത്രണം മാത്രമായിരുന്നു അതെല്ലാം. അലൻ പോയതിനു ശേഷം കാവ്യയും അച്ഛനും ആ ഫ്ളാറ്റിലിരുന്നു. വൃദ്ധനായ ആ മനുഷ്യന് തന്റെ മകളുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തന്റെ കഴിവുകേട് കൊണ്ടാണല്ലോ തന്റെ കുട്ടിക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വന്നത് എന്നോർത്ത് അയാളുടെ നെഞ്ചു പിടയുന്നുണ്ടായിരുന്നു. കാവ്യയാണെങ്കിൽ എന്തോ ഒരു ആലോചനയിൽ അങ്ങനെ തന്നെ ഒരേ ഇരിപ്പിരുന്നു. ഘടങ്ങളിൽ നിന്നും മറ്റെല്ലാത്തിൽ നിന്നും തന്നെ താൽക്കാലികമായ ഒരു ആശ്വാസം ലഭിച്ചിരിക്കുന്നു. പൂർണ്ണ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് താൻ എത്തിയിരിക്കുന്നു. പക്ഷേ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ നടക്കാനിരിക്കുന്ന IVF കാര്യങ്ങളെ കുറിച്ചോർത്തപ്പോൾ കാവ്യയ്ക്ക് വല്ലാത്തൊരു ഭയം തോന്നി. തന്റെ സ്വപ്നങ്ങളെ താലോലിച്ച ഈ ശരീരം കുടുംബത്തിനു വേണ്ടി താൻ വിൽക്കാൻ പോകുകയാണല്ലോ എന്ന ചിന്ത അവളെ നീട്ടിക്കൊണ്ടിരുന്നു. IVF നടപടിക്രമങ്ങൾ കഴിഞ്ഞ് ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാവിലെ തന്നെ അലൻ തന്റെ ഹൈടെക് ഓഫീസ് മുറിയിൽ കറുത്ത ഗ്ലാസ് ഭിത്തികൾക്ക് പിന്നിലിരുന്ന് കോടിക്കണക്കിന് ഡോളറിന്റെ കരാറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. അവന്റെ മുഖത്ത് പതിവ് പോലെ കടുപ്പവും ബിസിനസ്സിലുള്ള ദൃഢഭാവവും ഉണ്ടായിരുന്നു. അവന്റെ ലോകം അപ്പോഴും ബിസിനസ് എന്ന ഒരൊറ്റ വാക്കിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവന്റെ ഫോൺ ശബ്ദിച്ചത്. അത് ഡോക്ടർ അരുൺ ആയിരുന്നു. ഹലോ ഡോക്ടർ, എന്തായി? അലന്റെ ശബ്ദം യാന്ത്രികമായിരുന്നു. ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ചോദിക്കുന്നത് പോലെ. സാർ, നമ്മുടെ ശ്രമം വിജയിച്ചു. എല്ലാ പരിശോധനകളും പോസിറ്റീവാണ്. കാവ്യ ഗർഭിണിയാണ്, ഡോക്ടർ അരുൺ അപ്പുറത്തു നിന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലന്റെ കയ്യിലിരുന്ന വിലയേറിയ പേന പെട്ടെന്ന് ടേബിളിലേക്ക് ഊർന്നു വീണു. സാറിന്റെ ജീവൻ ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു തുടിപ്പായി മാറിയിരിക്കുന്നു. എല്ലാം ഭംഗിയായി നടന്നു, ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ അരുൺ കൂടുതൽ വിവരങ്ങൾ നൽകാനായി സംസാരിച്ചു തുടങ്ങുന്നതിനു മുമ്പേ അലൻ അറിയാതെ ഫോൺ കട്ട് ചെയ്തു പോയിരുന്നു. അവൻ തന്റെ കണ്ണുകൾ അടച്ച് കസേരയിലേക്ക് ഒരു നിമിഷം ചാരിയിരുന്നു. അവനെ സംബന്ധിച്ച് അത് വെറുമൊരു കരാർ വിജയമായിരുന്നില്ല. അവന്റെ കയ്യിലിരുന്ന ഫയലുകളും മുന്നിൽ തെളിഞ്ഞു നിന്ന സ്റ്റോക്ക് മാർക്കറ്റ് ഡാറ്റകളുമെല്ലാം പെട്ടെന്ന് അവന്റെ മനസ്സിൽ നിന്നും മാഞ്ഞു. തന്റെ രക്തത്തിൽ നിന്നും തന്റെ സ്വപ്നങ്ങളിൽ നിന്നും ഒരു ജീവൻ രൂപപ്പെട്ടിരിക്കുന്നു. അത് മാത്രമായിരുന്നു അവന്റെ മനസ്സിലപ്പോൾ. അലൻ ജോസഫ് എന്ന കഠിന ഹൃദയനായ ചെറുപ്പക്കാരൻ ആ നിമിഷം മറ്റൊരാളായി മാറുകയായിരുന്നു. അവന്റെ ഉള്ളിൽ ആദ്യമായി പിതൃത്വത്തിന്റെ സന്തോഷം അവൻ അറിഞ്ഞു തുടങ്ങുകയായിരുന്നു. കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിലും കണ്ണിൽ കണ്ടിട്ടില്ലെങ്കിലും കാവ്യയുടെ വയറ്റിലുള്ള അവന്റെ കുഞ്ഞിനെ ഓർത്ത് അവന്റെ മനസ്സ് വല്ലാതെ തുടിക്കുന്നുണ്ടായിരുന്നു. അവൻ അതിവേഗം എഴുന്നേറ്റു.
കോട്ടും ടൈയും പോലും നേരെയാക്കാതെ ഓഫീസിൽ നിന്നും പുറത്തേക്ക് പാഞ്ഞു. അവന്റെ സ്റ്റാഫും സെക്യൂരിറ്റിയും ഈ മാറ്റം കണ്ട് അമ്പരന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. സാർ അങ്ങോട്ടാ ചിരിച്ചുകൊണ്ട് ഇത്ര സന്തോഷത്തിൽ? സെക്യൂരിറ്റിമാർ തമ്മിൽ പറഞ്ഞു. അലൻ അപ്പോൾ വേഗത്തിൽ കാറോടിച്ച് കാവ്യ താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക് കുതിച്ചു. അവന്റെ ഡ്രൈവിംഗിൽ പതിവില്ലാത്തൊരു വെപ്രാളവും തിടുക്കവും നിറഞ്ഞിരുന്നു. നിയമപരമായ കടലാസുകൾ തീർക്കാനായി അവൻ മുൻപ് വന്നതിനേക്കാൾ വളരെ വേഗത്തിൽ അവൻ ആ കെട്ടിടത്തിലേക്ക് ഓടിക്കയറി. ഫ്ളാറ്റിന്റെ വാതിൽക്കലെത്തി അവൻ കിതച്ചു നിന്നു. അവന്റെ നെഞ്ചിൽ സന്തോഷത്തിന്റെ ഒരു ഇടിമുഴക്കം മുഴങ്ങുന്നുണ്ടായിരുന്നു. അലൻ വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു. കാവ്യ അപ്പോൾ വിശ്രമിക്കുകയായിരുന്നു. അടുത്ത അച്ഛനും ഉണ്ടായിരുന്നു. പെട്ടെന്ന് വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന അലനെ കണ്ട് അവർ ഒന്നും ഞെട്ടി. സാർ. കാവ്യ വേഗം അവനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു. അലൻ ഒന്നും മിണ്ടിയില്ല. അവൻ നടന്ന് കാവ്യയുടെ അടുത്തേക്ക് ചെന്നു. അവന്റെ മുഖത്തപ്പോൾ പതിവുള്ള ബിസിനസ് കടുപ്പം തീരെയില്ലായിരുന്നു. ശാന്തവും മൃദുലവും അതിരുകളില്ലാത്ത സന്തോഷം നിറഞ്ഞതുമായിരുന്നു അവന്റെ മുഖം അപ്പോൾ. അവന്റെ കണ്ണുകൾ തിളങ്ങി. അവന്റെ ചുണ്ടുകളിൽ ഒരു നേർത്ത ചിരി വിരിഞ്ഞു. ഒരച്ഛനാകാൻ പോകുന്നതിന്റെ നിർമ്മലമായ സന്തോഷം ആ മുഖത്ത് പ്രകടമായിരുന്നു. അവൻ അപ്പോൾ കാവ്യക്കരികിൽ ചെന്നിരുന്നു. തന്റെ കുഞ്ഞു വയറ്റിൽ തുടിക്കുന്ന പെണ്ണിനെ അവൻ ആദ്യമായി ആദരവോടെ നോക്കി. കാവ്യ. അവന്റെ ശബ്ദം ആർദ്രമായിരുന്നു. ഡോക്ടർ വിളിച്ചു. എന്റെ കുഞ്ഞ് വരാൻ പോകുന്നുണ്ട്. പ്രഗ്നൻസി പോസിറ്റീവാണ്. വാടക ഗർഭമാണെങ്കിലും കാശിനു വേണ്ടി ചെയ്തതാണെങ്കിലും അലന്റെ നാവിൽ നിന്ന് അത് പറഞ്ഞു കേട്ടപ്പോൾ കാവ്യയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. അവൾ അപ്പോൾ അലനെ തന്നെ ഒന്ന് നോക്കി. ഒരച്ഛനാകാൻ പോകുന്ന അവന്റെ ഹൃദയം നിറഞ്ഞ ഭാവമാറ്റം അവൾക്ക് നന്നായി അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. താൻ ഒരു കരാർ വസ്തു മാത്രമാണെന്ന് കരുതിയ അവൾക്ക് മുന്നിൽ കോടീശ്വരനായ ഒരു ചെറുപ്പക്കാരൻ അവളോടുള്ള സ്നേഹത്തെക്കാൾ വലുതായ ഒരച്ഛന്റെ സ്നേഹത്തിൽ ബഹുമാനത്തോടെ നിന്നു. സ്വന്തമായി ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നത് ഒരു മനുഷ്യനെ എത്രത്തോളം മാറ്റുമെന്ന് അലന്റെ സന്തോഷം കാണുമ്പോൾ അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അലൻ പതിയെ കൈനീട്ടി കാവ്യയുടെ വയറിൽ വാത്സല്യത്തോടെ മെല്ലെ തലോടി. അവിടെ അവന്റെ കുഞ്ഞു വളരാൻ തുടങ്ങിയിരിക്കുന്നു. ആ നിമിഷം ആ കരാറുകൾക്കെല്ലാം മുകളിലായി പ്രണയം എന്ന വികാരമല്ലാതെ തന്നെ കാവ്യയോട് എന്തോ ഒരു പുതിയ ബന്ധം അവന്റെ ഉള്ളിൽ മുട്ടിടുകയായിരുന്നു. അപ്പോൾ മുതൽ അലന്റെ ലോകം പൂർണ്ണമായും മാറുകയായിരുന്നു. പതിവ് ബിസിനസ് യാത്രകൾക്ക് പകരം അവൻ ദിവസവും ഫ്ളാറ്റിലെത്തി കാവ്യയെ കാണാൻ തുടങ്ങി. തനിക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്ന വാടക ഗർഭപാത്രത്തെ മാത്രമല്ല അവൻ അവളിൽ കാണാനായത്, മറിച്ച് തന്റെ കുഞ്ഞിന് ജീവൻ നൽകുന്ന അമ്മയെയാണ്. അലൻ അവൾക്കായി ലോകത്തിലെ ഏറ്റവും മികച്ച പോഷകാഹാര വിദഗ്ധരെയും മാനസികാരോഗ്യ കൗൺസിലർമാരെയും നിയമിച്ചു. ഓരോ തവണ ഫ്ളാറ്റിൽ വരുമ്പോഴും കാവ്യക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുത്തു. അവൾക്ക് വായിക്കാനായി പുസ്തകങ്ങൾ കൊണ്ടുവന്നു കൊടുത്തു. അവളുടെ അച്ഛനുമായി സന്തോഷത്തോടെ സംസാരിച്ചു തുടങ്ങി. അവന്റെ മുഖത്തെപ്പോഴും സന്തോഷത്തിന്റെ ഒരു നേർത്ത ചിരിയുണ്ടായിരുന്നു. കാവ്യയുടെ ആരോഗ്യ വിവരങ്ങളെല്ലാം അവൻ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവൾക്കൊരു ചെറിയ പനി വരുമ്പോൾ അവൻ ആവലാതി തോന്നി. ഓരോ വേദനയിലും അവൻ സങ്കടപ്പെട്ടു. ഓരോ ചെറിയ ചലനത്തിലും അവൻ ആഹ്ലാദിച്ചു. ഒരിക്കൽ കുഞ്ഞിന്റെ അനക്കം കൈവച്ചറിയാനുള്ള അവന്റെ ആഗ്രഹം അവൻ കാവ്യയോട് പറഞ്ഞപ്പോൾ കാവ്യ അത് നിറഞ്ഞ സ്നേഹത്തോടെ സമ്മതിച്ചു. അലൻ ഭയത്തോടെയും ആദരവോടെയും അവളുടെ വയറിൽ പതിയെ കൈവച്ചു. ഉള്ളിൽ നിന്നും ചെറിയൊരു ചവിട്ടപ്പോൾ അവന്റെ കയ്യിൽ തട്ടിയപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. പ്രണയമില്ലെന്ന് കരുതിയ അവന്റെ ഹൃദയത്തിൽ വാത്സല്യമെന്ന പുതിയൊരു വികാരം മുട്ടിട്ടു പോകുകയായിരുന്നു. അപ്പോൾ കാവ്യയുടെ അടുത്തിരിക്കുമ്പോൾ അവളും തന്റെ കുഞ്ഞിന്റെ അമ്മയായിരിക്കുന്നതിൽ സന്തോഷിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അലൻ എന്ന ചെറുപ്പക്കാരനെ ആകെ മാറ്റിമറിച്ച ദിവസങ്ങളായിരുന്നു അതെല്ലാം. പരസ്പരം പറയാതെയാണെങ്കിലും അലനും കാവ്യയും തമ്മിൽ എന്തോ ഒരു ബന്ധം ഉടലെടുക്കുന്നുണ്ടായിരുന്നു. അധിക സമയവും അലൻ കാവ്യയോടൊപ്പം അവളുടെ ഫ്ളാറ്റിൽ തന്നെയായിരുന്നു. ഓരോ മാസം കഴിഞ്ഞ് അവളുടെ വയറ് വലുതാകുമ്പോഴും തന്റെ കുഞ്ഞിന്റെ ഓരോ വളർച്ചയിലും അവൻ അവളോടൊപ്പം നിന്നു. അങ്ങനെയിരിക്കെ ഒരു ശനിയാഴ്ച രാത്രി അലൻ തന്റെ പതിവ് സന്ദർശനത്തിനായി ഫ്ളാറ്റിൽ എത്തിയതായിരുന്നു. കാവ്യയുടെ അച്ഛൻ അടുത്ത മുറിയിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു. രാത്രി ഏകദേശം 11 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ കാവ്യയോട് സംസാരിച്ചു കഴിഞ്ഞ് ലിവിംഗ് റൂമിൽ ഇരുന്ന് ലാപ്ടോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു. കുറച്ച് വർക്കുണ്ട്, ചെയ്തു തീർത്തിട്ട് ഞാൻ പോയിക്കോളാമെന്ന് അലൻ പറഞ്ഞപ്പോൾ കാവ്യ മുറിയിൽ കിടക്കാൻ തുടങ്ങുകയായിരുന്നു. പെട്ടെന്നാണ് കാവ്യയുടെ മുറിയിൽ നിന്ന് ചെറിയൊരു ഞരക്കം അലൻ ഹാളിലേക്ക് കേട്ടത്. അത് കേട്ടതും അലൻ വേഗത്തിൽ ഓടി മുറിയിലേക്ക് ചെന്നു. കാവ്യ അപ്പോൾ കട്ടിലിൽ വേദനയോടെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു. കാവ്യ, എന്തു പറ്റി? അലൻ അത് കണ്ട് പരിഭ്രമത്തോടെ ചോദിച്ചു. സാർ എനിക്ക് വയ്യ, വയറ്റിൽ ശക്തമായ വേദന, കാവ്യ കിതച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ നെറ്റിയിൽ അപ്പോൾ വിയർപ്പ് പൊടിഞ്ഞിരുന്നു.
അലന് തന്റെ എല്ലാ ബിസിനസ് ധൈര്യവും ആ നിമിഷം കൈവിട്ടു പോകുകയായിരുന്നു. പ്രതീക്ഷിക്കാതെ അത് കണ്ടപ്പോൾ അവൻ പരിഭ്രാന്തിയുടെ കൊടുമുടിയിലായിരുന്നു. അവൻ വേഗം ഡോക്ടർ അരുണിനെ വിളിച്ചു. ഡെലിവറി പെയിൻ ആയിരിക്കും അലൻ സാർ, നിങ്ങൾ വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കോളൂ, ഞാൻ ഇവിടെ ഉണ്ടാകും, ഡോക്ടർ അരുൺ അലനോട് പറഞ്ഞു. അലൻ പിന്നെ ഒട്ടും സമയം പാഴാക്കാതെ വേഗത്തിൽ അവളെ അവന്റെ കയ്യിൽ കോരിയെടുത്തു. അച്ഛനെ വിളിക്കേണ്ട സാർ, ഇതൊക്കെ കണ്ടാൽ അച്ഛൻ ചിലപ്പോൾ വല്ലാതെ പേടിക്കും, കാവ്യ അപ്പോൾ അവനോട് പറഞ്ഞു. സാരമില്ല, സ്റ്റാഫ് ഉണ്ടല്ലോ ഇവിടെ, അവർ അച്ഛനോട് പറഞ്ഞോളും, നമുക്ക് പെട്ടെന്ന് പോകാം. അലൻ അത് പറഞ്ഞ് അവളെ അവന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതിവേഗം ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് പാഞ്ഞു. സെക്യൂരിറ്റിക്കാർ ഡോർ തുറന്നു കൊടുക്കുമ്പോൾ അലന്റെ മുഖത്ത് ആശങ്കയും പിരിമുറുക്കവും ഒരച്ഛന്റെ പേടിയും ഒരുപോലെ നേലിച്ചിരുന്നു. അവൻ കാറിൽ അവളെ മുന്നിലെ സീറ്റിൽ കിടത്തി സുരക്ഷിതമായി സീറ്റ് ബെൽറ്റ് ഇട്ടുകൊടുത്തു. അലൻ ജീവിതത്തിൽ ആദ്യമായി ഒരു മത്സരത്തിനെന്ന പോലെ സ്പീഡിൽ കാർ ഓടിച്ചു. അവന്റെ ലക്ഷ്യം അവന്റെ തന്നെ ഓണർഷിപ്പിലുള്ള അവിടുത്തെ ഏറ്റവും മികച്ച ആഡംബര ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് എത്തുക എന്നുള്ളതായിരുന്നു. അലന്റെ കാർ അതിവേഗം ഹോസ്പിറ്റലിന്റെ മുൻവശത്തെത്തി. ഡോക്ടർ അരുണിന്റെ നിർദ്ദേശപ്രകാരം സ്റ്റാഫ് അപ്പോൾ വീൽ ചെയറുമായി തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. അലൻ ബ്രേക്ക് ചവിട്ടി കാർ നിർത്തിയ ഉടൻ ഡോർ തുറന്ന് കാവ്യയുടെ അടുത്തേക്ക് ചെന്നു. അവൻ ഒട്ടും സമയം പാഴാക്കാതെ അവളെ സുരക്ഷിതമായി പുറത്തേക്കെടുക്കാൻ ശ്രമിച്ചു. ഞാൻ പിടിക്കാം, കാവ്യ പേടിക്കണ്ട, അവൻ വാത്സല്യത്തോടെ അവളെ താങ്ങി. അവളെ സീറ്റിൽ നിന്ന് ഉയർത്തി പതിയെ പുറത്തേക്കെടുക്കുന്ന ആ നിമിഷം കാവ്യ അറിയാതെ കരഞ്ഞുപോയി. അവളുടെ വായിൽ നിന്ന് ശക്തമായൊരു ഞരക്കം പുറത്തു വന്നു. അതേ നിമിഷം ചൂടുള്ള ഒരു വെള്ളം അവളുടെ കാലുകളിലൂടെ ഒഴുകിയിറങ്ങി. കാറിന്റെ സീറ്റിലും തറയിലും ഒന്നാകെ അപ്പോൾ നനവ് പടർന്നു. വാട്ടർ ബ്രേക്ക് ആയിരിക്കുന്നു. അത് കണ്ടതും അലനാകെ ഞെട്ടിപ്പോയി. ആ രംഗം കണ്ടപ്പോൾ അവന്റെ പരിഭ്രാന്തി ഇരട്ടിച്ചു. എങ്കിലും അവൻ ഒരു നിമിഷം പോലും മാനസികമായി തളർന്നില്ല. സാർ, എനിക്ക് വയ്യ, കാവ്യ അപ്പോൾ വേദനയാൽ കിതച്ചുകൊണ്ട് പറഞ്ഞു. സാരമില്ല കാവ്യ, പേടിക്കണ്ട, ഇനി എല്ലാം എളുപ്പമാകും, വാട്ടർ ബ്രേക്ക് ആയതാണ്, അലൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ ആ നനവോ വസ്ത്രത്തിലെ അഴുക്കോ ശ്രദ്ധിച്ചതേയില്ല. അവന്റെ ശ്രദ്ധ മുഴുവൻ കാവ്യയുടെ സുരക്ഷിതത്വത്തിൽ മാത്രമായിരുന്നു. അവൻ അവളെ വേഗത്തിൽ കോരിയെടുത്തു. വീൽ ചെയറിലേക്ക് ഇരുത്താതെ അവളെയും കൊണ്ട് മുന്നോട്ടോടി. ഡോക്ടർ, വാട്ടർ ബ്രേക്ക് ആയിട്ടുണ്ട് ഡോക്ടർ, അങ്ങോട്ടോടി വന്ന ഡോക്ടർ അരുണിനോട് അലൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. പേടിക്കണ്ട, നമുക്ക് നോക്കാം, ഡോക്ടർ അരുൺ ശാന്തമായി പറഞ്ഞു. അലൻ അപ്പോൾ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതിവേഗം ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് നടന്നു. അവന്റെ കണ്ണുകളിൽ എവിടെയോ അന്നുവരെ ഇല്ലാത്ത പ്രണയവും ആവലാതിയും ആശങ്കയും പരിഭ്രമവുമെല്ലാം ആവശ്യത്തിലേറെ മിന്നിമറയുന്നുണ്ടായിരുന്നു. കാവ്യയെ പ്രസവമുറിയിൽ കൊണ്ടുകിടത്തുമ്പോൾ ഡോക്ടർമാരുടെ ഒരു സംഘം അവരെ കാത്തവിടെ നിൽപ്പുണ്ടായിരുന്നു. നിയമപരമായ ഉടമ്പടി കാരണം അലന് പ്രസവമുറിയിൽ പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നില്ല. പ്രസവമുറിയുടെ വാതിൽക്കൽ അവൻ അക്ഷമനായി കാത്തുനിന്നു. കോടികളുടെ ഉടമയായ അവൻ ആ നിമിഷം ഒരു സാധാരണക്കാരനായ അച്ഛനെ പോലെ നിസ്സഹായനായിരുന്നു. ഇടയ്ക്കവൻ വാതിൽ ചെറുതായി തള്ളി നോക്കുമ്പോൾ ഉള്ളിൽ നിന്ന് കാവ്യയുടെ വേദനയുടെ അലറിക്കരച്ചിലിന്റെ ശബ്ദം നന്നായി കേൾക്കാമായിരുന്നു. അത് കാതിൽ കേൾക്കുമ്പോൾ അലൻ പതിയെ അവന്റെ കണ്ണുകൾ അടച്ചു. വിഷമവും സങ്കടവും പുതിയ പ്രതീക്ഷയും അലയടിച്ചു വന്ന ആ നിമിഷം അവൻ എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ച് അവിടെ പ്രാർത്ഥനയോടെ നിന്നു. ഏകദേശം 1 മണിക്കൂറിന് ശേഷം അവൻ പതുക്കെ മുറിയുടെ വാതിൽ തുറന്നു നോക്കുമ്പോൾ മുറിയിൽ നിന്ന് കുഞ്ഞിന്റെ ആദ്യ കരച്ചിൽ അവന്റെ ചെവിയിൽ കേട്ടു. അത് കേട്ടതും അലൻ അവൻ അറിയാതെ കരഞ്ഞുപോയി. അവന്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദ കണ്ണീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ഡോക്ടർ അരുൺ അപ്പോൾ പുറത്തേക്ക് വന്നു. കൺഗ്രാറ്റ്സ് അലൻ സാർ, സാറിന് പെൺകുഞ്ഞാണ്, ഡോക്ടർ ചിരിച്ചുകൊണ്ട് അലനോട് പറഞ്ഞു. അലൻ അപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ ഡോക്ടർ അരുണിനെ നോക്കി. ഡോക്ടർ, കാവ്യ, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഞ്ഞിനെ കാണുന്നതിനു മുൻപ് അലൻ അരുണിനോട് ചോദിച്ചു. അത് കേട്ടതും അരുൺ ഒന്ന് അത്ഭുതപ്പെട്ടുപോയി. ഒരു വിവാഹത്തിന് താല്പര്യമില്ലാതെ വാടക ഗർഭത്തിലൂടെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ കോടീശ്വരനായ അലൻ സാറിന് കുഞ്ഞുണ്ടായപ്പോൾ ആദ്യം ചോദിക്കുന്നത് ആ കുഞ്ഞിനെ പ്രസവിച്ച പെൺകുട്ടിയെ കുറിച്ചാണ്. ഡെലിവറിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് താൻ ആദ്യം കാണാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന അലൻ സാർ ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു എന്ന് ഡോക്ടർ അരുണിന് അപ്പോൾ തോന്നി. കാവ്യക്ക് കുഴപ്പമില്ല സാർ, ഇപ്പോൾ സുഖമായിരിക്കുന്നു, സ്റ്റിച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ഡോക്ടർ അരുൺ പറഞ്ഞു. അല്പം കഴിഞ്ഞ് അലൻ പ്രസവമുറിയിലേക്ക് ചെന്നു. അവൻ അങ്ങോട്ട് കടന്നപ്പോൾ കണ്ടത് ക്ഷീണിച്ച് തളർന്നു കിടക്കുന്ന കാവ്യയാണ്. അപ്പുറത്തായി ചുവന്നു തുടുത്ത തന്റെ കുഞ്ഞിനെയും. കാവ്യയുടെ ക്ഷീണിച്ച മുഖം. ഒരു നിമിഷം അവളുടെ അവസ്ഥ കണ്ട് അവനൊരു വല്ലായ്മ തോന്നി. എങ്കിലും ആ നിമിഷത്തിന് വൈകാരികമായതിനേക്കാളേറെ നിയമപരമായ പ്രാധാന്യമുണ്ടായിരുന്നു. കൃത്യസമയം പാലിച്ച് അഡ്വക്കേറ്റ് മേനോൻ അപ്പോൾ തന്നെ അകത്തേക്ക് എത്തിയിരുന്നു. മേനോന്റെ മുഖത്തപ്പോൾ യാതൊരു ദയയുമില്ലായിരുന്നു. നിയമപരമായ വ്യവസ്ഥകൾ പാലിക്കപ്പെടണം. അയാൾ കാവ്യയെയും കുഞ്ഞിനെയും ഒന്ന് നോക്കി. മിസ് കാവ്യ,
മേനോൻ സൗമ്യമായി എന്നാൽ കണിശമായി പറഞ്ഞു, നമ്മുടെ കരാർ നിലവിലുണ്ട്. കുഞ്ഞിനെ കസ്റ്റഡിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് കേട്ടതും കാവ്യ ഞെട്ടിപ്പോയി. അവൾക്കു ചുറ്റും ഡോക്ടർമാരും നഴ്സുമാരുമുണ്ട്. അവൾ വേദനയോടെ എന്നാൽ വാത്സല്യത്തോടെ കുഞ്ഞിന്റെ നേരെ കൈനീട്ടി. സാർ, ഒരിത്തിരി സമയം തരാമോ? ഞാൻ എന്റെ കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ, ഒന്ന് പാലൂട്ടിക്കോട്ടെ. കാവ്യ അപ്പോൾ കരച്ചിലോടെ അവരോട് ചോദിച്ചു. ക്ഷമിക്കണം കാവ്യ, അഡ്വക്കേറ്റ് മേനോൻ അപ്പോൾ പറഞ്ഞു. കരാർ പ്രകാരം കുഞ്ഞിന്റെ മേൽ അമ്മയ്ക്ക് യാതൊരുവിധ വൈകാരികമായ ബന്ധവും ഉണ്ടാകരുത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ. ഡോക്ടർ, കുഞ്ഞിനെ മാറ്റാം, മേനോൻ ഡോക്ടറോട് പറഞ്ഞു. മാറ്റാം സാർ, ഡോക്ടർ അരുൺ അപ്പോൾ പറഞ്ഞു. മേനോൻ പറഞ്ഞത് പ്രകാരം അപ്പോൾ ഒരു നേഴ്സ് വന്ന് കാവ്യക്കരികിൽ നിന്ന് കുഞ്ഞിനെ എടുക്കുമ്പോൾ കാവ്യയുടെ കരച്ചിൽ നേർത്തുപോയിരുന്നു. ശബ്ദം പുറത്തു വരാതെ ഏങ്ങലടിച്ചുകൊണ്ട് അവൾ അവിടെ കണ്ണുനീരൊഴുക്കി. ആ രംഗം ഡോക്ടർ അടക്കം അവിടെയുള്ള എല്ലാവർക്കും വിഷമമുണ്ടാക്കിയെങ്കിലും കരാറിന് മുന്നിൽ എല്ലാവരും നിശബ്ദരാവുകയായിരുന്നു. അലൻ ഈ രംഗങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നെങ്കിലും ഒരു ബിസിനസ് പ്രോസസ് എന്ന നിലയിൽ അവൻ അതെല്ലാം നോക്കി നിന്നു. കാവ്യയുടെ അപ്പോളത്തെ വേദന എന്തോ അവനെ സ്പർശിച്ചില്ല. അലൻ സാർ ചെന്നോളൂ, ഇവരുടെ ബാക്കി സെറ്റിൽമെന്റ് എല്ലാം ഞാൻ നോക്കിക്കോളാം, അഡ്വക്കേറ്റ് മേനോൻ പറഞ്ഞപ്പോൾ അലൻ ഒന്ന് തലയാട്ടി. അവന്റെ ശ്രദ്ധ മുഴുവൻ അപ്പോൾ അവന്റെ കുഞ്ഞിലേക്കായിരുന്നു. അലൻ അപ്പോൾ അവിടെ നിന്ന് മേനോനുമായി അല്പനേരം സംസാരിച്ചു. അപ്പോഴൊക്കെയും കാവ്യ അലന്റെ കണ്ണിലേക്ക് നോക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൻ അവളെ ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. സംസാരമെല്ലാം കഴിഞ്ഞ ശേഷം അവൻ കുഞ്ഞിനു വേണ്ടി ഒരുക്കിയിട്ടുള്ള സ്പെഷ്യൽ മുറിയിലേക്ക് പോയി. അവിടെ കുഞ്ഞിനെ പരിചരിക്കാൻ പ്രത്യേകം നിയമിച്ച നഴ്സുമാർ ഉണ്ടായിരുന്നു. അലൻ ആദ്യമായി കുഞ്ഞിനെ കൈകളിൽ വാങ്ങി കുഞ്ഞിന്റെ നെറ്റിയിൽ പതിയെ ഉമ്മ വെച്ചു. ആ കുഞ്ഞു മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ വീണ്ടും വീണ്ടും ഉമ്മ വെച്ചു. അവന്റെ മുഖത്തപ്പോൾ ഒരച്ഛന്റെ നിർമ്മലമായ സന്തോഷം വിരിഞ്ഞു നിന്നു. അവൻ കുഞ്ഞിന്റെ ചെറുവിരലുകളിൽ മെല്ലെ തൊട്ടു. അവന്റെ മുഖം വീണ്ടും ആ കുഞ്ഞു മുഖത്തോടടുപ്പിച്ചു. എന്റെ മോള്, അവൻ മന്ത്രിച്ചു. അവന്റെ ഹൃദയം നിറഞ്ഞു. ഈ കുഞ്ഞിന് ജന്മം നൽകാൻ താൻ എടുത്ത തീരുമാനത്തെക്കുറിച്ചോർത്ത് അവന് ഏറെ സന്തോഷം തോന്നി. തന്റെ എല്ലാത്തിനും സകല സ്വത്തുക്കൾക്കും സകല ബിസിനസിനും അവകാശിയായി എന്റെ മോൾ എത്തിയിരിക്കുന്നു. മുറിയിൽ അലൻ കുഞ്ഞിനൊപ്പം ഏറെ സമയം ചെലവഴിച്ചു. കുഞ്ഞിനെ കളിപ്പിക്കാനും ചിരിപ്പിക്കാനും സമയം കണ്ടെത്താനായി അവൻ മനഃപൂർവ്വം തന്റെ ബിസിനസ് മീറ്റിംഗുകളെല്ലാം മാറ്റിവെച്ചു. അവന്റെ മനസ്സ് നിറയെ അവന്റെ കുഞ്ഞിനൊപ്പമുള്ള നിമിഷങ്ങൾ മാത്രമായിരുന്നു. അപ്പോഴൊന്നും അവന് കാവ്യയുടെ മുഖം ഓർമ്മ വന്നതേയില്ല. കാവ്യയുടെ വേദനയോ അവൾ അനുഭവിക്കുന്ന ശൂന്യതയോ അവനെ ബാധിച്ചില്ല. കാരണം അവന്റെ മനസ്സിൽ അവൾ വെറും ഒരു കരാർ പൂർത്തിയാക്കിയ വ്യക്തി മാത്രമായിരുന്നു. തന്റെ കുഞ്ഞിനെ സുരക്ഷിതമായി തനിക്ക് കൈമാറിയ ഒരു മാധ്യമം. അവന്റെ സന്തോഷം അവന്റെ കുഞ്ഞിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്നു. അതേസമയം പ്രസവമുറിയിൽ തനിച്ചാക്കപ്പെട്ട കാവ്യയുടെ ഹൃദയം അവിടെ മുറിഞ്ഞു കീറുകയായിരുന്നു. എന്റെ കുഞ്ഞ്, ഒന്ന് പാലൂട്ടാൻ പോലും കഴിഞ്ഞില്ല എനിക്ക്. അടുത്ത മുറിയിൽ കുഞ്ഞിന്റെ അച്ഛനൊപ്പം അവൾ സുരക്ഷിതയാണെന്നറിയാമെങ്കിലും സകല സൗഭാഗ്യങ്ങളും തന്റെ കുഞ്ഞിനുണ്ടെന്നറിയാമെങ്കിലും അവളുടെ പ്രസവിച്ച വയറിന് കുഞ്ഞില്ലാത്ത വേദന സഹിക്കാനാകുന്നുണ്ടായിരുന്നില്ല. കടം വന്ന് ചത്താലും വേണ്ടില്ലായിരുന്നു, ഇങ്ങനെ ഒരു കാര്യം വേണ്ടായിരുന്നു, സഹിക്കാൻ കഴിയുന്നില്ല. അവൾ അവിടെ കട്ടിലിൽ അവളുടെ തലയ്ക്കടിച്ച് പൊട്ടിക്കരയുകയായിരുന്നു. അപ്പോഴേക്കും കാര്യമറിഞ്ഞ് അവളുടെ അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നു. വയറ് കാലിയായി കിടക്കുന്ന തന്റെ മോളെ കണ്ടപ്പോൾ ആ അച്ഛന്റെ മനസ്സൊന്നു പിടഞ്ഞു. പൊട്ടിക്കരയുന്ന അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഒന്നുകൊണ്ടും അവൾക്ക് ആശ്വാസം നൽകാൻ കഴിയില്ലെന്നറിയാമെങ്കിലും അയാൾ അയാളുടെ വിറയ്ക്കുന്ന കൈകളോടെ തന്റെ മോളെ തലോടി കൊടുത്തു. അവളെ ആശ്വസിപ്പിക്കാൻ അപ്പോൾ വൃദ്ധനായ താനേ ഉള്ളൂ എന്ന് അയാൾക്കറിയാമായിരുന്നു. അലൻ അപ്പോഴൊക്കെയും കുഞ്ഞു വന്ന പൂർണ്ണ സന്തോഷത്തിലായിരുന്നു. അവനേറെ ആഗ്രഹിച്ച നിമിഷം, ഒറ്റപ്പെട്ടുപോയ അവന്റെ ജീവിതത്തിൽ അവന്റെ ചോരയിൽ ഒരു കുഞ്ഞു വന്നപ്പോൾ അവന് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പാല് കൊടുക്കാനും മറ്റാവശ്യങ്ങൾക്കും മാത്രം നേഴ്സുമാരുടെ കയ്യിൽ ഏൽപ്പിച്ച് മുഴുവൻ സമയവും അവൻ അവന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തിയ ശേഷവും ഇത് തന്നെയായിരുന്നു സ്ഥിതി. അലന് കുഞ്ഞിന്റെ അരികിൽ നിന്ന് മാറാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് മേനോൻ സാർ വിളിച്ച് കരാറിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അലന്റെ മനസ്സ് അവന്റെ കുഞ്ഞിൽ മാത്രമായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ നല്ല ബേബി സോപ്പിന്റെ മണമുള്ള കുഞ്ഞു പാദങ്ങളിൽ ഉമ്മ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അലൻ. അച്ഛന്റെ മോളൂട്ടി അച്ഛന്റെ കയ്യിൽ പിടിച്ചേ. അവൻ അവന്റെ കൈ ആ കുഞ്ഞു കൈകളിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ, ആ കുഞ്ഞ് അവന്റെ ചെറുവിരലുകളിൽ മുറുകെ പിടിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്നേഹം വന്നു മൂടുകയായിരുന്നു. അങ്ങനെ കുഞ്ഞിനൊപ്പം ഇരുന്ന് കുഞ്ഞിനെ കളിപ്പിച്ച് കുഞ്ഞുറങ്ങിപ്പോയപ്പോൾ അലൻ കട്ടിലിരുന്ന് വാത്സല്യത്തോടെ കുഞ്ഞിനെ തന്നെ നോക്കുകയായിരുന്നു. പെട്ടെന്നാണ് അലന്റെ ശ്രദ്ധ കുഞ്ഞിന്റെ കണ്ണിൽ ഒരു നിമിഷം ഉടക്കി നിന്നു പോയത്. നീളമുള്ള കറുത്ത കൺപീലികളോട് കൂടിയ ഉണ്ടക്കണ്ണുകൾ. അതെ, കാവ്യയുടെ അതിമനോഹരമായ കണ്ണുകൾ.
കാവ്യയെ ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ അത്ര വിഷമത്തിനിടയിലും ദയനീയമായ അവസ്ഥയിലും അവളുടെ കണ്ണുകളിൽ എന്തോ ഒരു പ്രകാശം തനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഒപ്പം ഒരു ശില്പം കൊത്തിയെടുത്ത പോലെ മനോഹരമായ നെറ്റി. കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തിൽ ഇത്ര ദിവസം കുഞ്ഞിനോടൊപ്പം തന്നെ ഇരുന്നപ്പോഴും താൻ കാവ്യയെക്കുറിച്ച് ഓർത്തതേയില്ല. അവൻ ഒന്നുകൂടെ തന്റെ കുഞ്ഞു മാലാഖയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ശരിക്കും കാവ്യയെ പകർത്തി വെച്ചതുപോലെ തന്നെയല്ലേ എന്റെ മോള്? അത് പിന്നെ അങ്ങനെ ആകാതിരിക്കുമോ? അവളുടെ കൂടെ കുഞ്ഞല്ലേ? പെട്ടെന്ന് അലന്റെ മനസ്സിലേക്ക് എന്തൊക്കെയോ ചിന്തകൾ ഓടി വന്നു. പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ അവളിൽ നിന്നും എടുത്തു മാറ്റുമ്പോൾ കരഞ്ഞുകൊണ്ട് കുഞ്ഞിന് നേരെ കൈനീട്ടിയ കാവ്യയുടെ മുഖം. കാശിനു വേണ്ടി ചെയ്തതാണെങ്കിലും ആ ഒരു നിമിഷത്തിൽ അവൾ ഏറെ വിഷമിച്ചിരിക്കണം. ഒരുപക്ഷെ വയറ്റിലുണ്ടായിരുന്നപ്പോൾ അവൾ കുഞ്ഞിനോട് വൈകാരികമായി ഏറെ അടുത്ത് കാണണം. ശരിക്കു പറഞ്ഞാൽ തന്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ കാവ്യ വന്നത് മുതലല്ലേ താൻ ഒരുപാട് മാറി തുടങ്ങിയത്. ചുറ്റുമുള്ളവർ പറയുന്നു, തന്നെ പരിചയമുള്ളവർ പറയുന്നു, എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നോട് പറഞ്ഞിട്ടുണ്ട് അലൻ സാറിന് ഇപ്പോൾ കുറെ മാറ്റങ്ങൾ ഉണ്ടെന്ന്. ജീവിതത്തിൽ ഇനി ഒരു പ്രണയമോ വിവാഹമോ വേണ്ടെന്ന് കരുതിയിട്ടാണ് ഒരു കുഞ്ഞിന് വേണ്ടി താൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എങ്കിൽ പോലും താൻ അറിയാതെ എപ്പോഴെങ്കിലും അവളെ സ്നേഹിച്ചിരുന്നോ കാവ്യയെ? ഒരു നിമിഷം അവൻ അവന്റെ കുഞ്ഞിനെ ഒന്നുകൂടെ നോക്കി. ശരിക്കും കാവ്യയെ പകർത്തി വെച്ചതുപോലെ തന്നെ. കുഞ്ഞുണ്ടായി കഴിഞ്ഞ ശേഷം തന്റെ ചോരയെ കയ്യിൽ കിട്ടിയപ്പോൾ ഇന്നുവരെ തന്റെ ശ്രദ്ധ മുഴുവൻ കുഞ്ഞിലേക്ക് മാത്രമായിരുന്നു. പക്ഷേ അവളിൽ ഒളിഞ്ഞിരിക്കുന്ന കാവ്യയുടെ സൗന്ദര്യം ഇപ്പോഴാണ് തന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. എന്തോ കുഞ്ഞു ജനിച്ച സന്തോഷത്തിൽ അവളുടെ വികാരങ്ങളൊന്നും കാണാൻ തനിക്ക് കഴിഞ്ഞില്ല. പിന്നെ അവളെക്കുറിച്ച് അന്വേഷിച്ചതുമില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോയി കാണും. അലന്റെ മനസ്സിലേക്ക് പല ചിന്തകളും ഓടി വന്നു തുടങ്ങി. മോളെ കാണുമ്പോൾ കാവ്യയുടെ സൗമ്യതയും അവളുടെ കണ്ണുകളും, എന്തിന് മോളുടെ കുഞ്ഞു ചുണ്ടുകളിൽ വരെ കാവ്യയെ പതിപ്പിച്ചു വെച്ച പോലെ അവന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. അവൾ കാശിനു വേണ്ടിയാണ് തന്റെ കുഞ്ഞിനെ ഗർഭം ചുമക്കാൻ വന്നത്. എന്നാൽ കാശ് മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരുന്നില്ല. അവളുടെ സാഹചര്യവും കുടുംബത്തിന്റെ കടങ്ങളുമാണ് അവളെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചത്. 9 മാസം തനിക്ക് വേണ്ടി തന്റെ കുഞ്ഞിനെ ചുമന്ന ഒരു പെണ്ണായിരുന്നു അവൾ. നോർമൽ പ്രസവത്തിന്റെ എല്ലാ വേദനയും സഹിച്ച് തന്റെ കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് തന്ന അമ്മയായിരുന്നു അവൾ. പണം കൊണ്ട് മാത്രം താൻ അവളെ അളന്നത് വലിയ തെറ്റായിപ്പോയി. അലന്റെ ചിന്തകൾ കാട് കയറാൻ തുടങ്ങി. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഫ്ളാറ്റിൽ കാവ്യയോടൊത്തുള്ള നിമിഷങ്ങളും അവളുടെ വയറിൽ കൈവച്ച് കുഞ്ഞിന്റെ അനക്കം അറിഞ്ഞതും തുടങ്ങി പല നിമിഷങ്ങളും അവന്റെ മനസ്സിൽ ഒരു സിനിമ കാണുന്ന പോലെ വന്നു പോയിക്കൊണ്ടേയിരുന്നു. എന്തോ അവളെ ഒന്നുകൂടെ കാണണമെന്ന് അവന്റെ മനസ്സിൽ തോന്നി. എന്തിനാണെന്നറിയില്ല, എങ്കിലും അവളെ എനിക്ക് ഒന്നുകൂടെ കാണണം. എന്തോ അവനിൽ അന്ന് വരെ തോന്നാത്ത ഒരു പുതിയ വികാരമായിരുന്നു അത്. പല കാര്യങ്ങളിൽ നിന്നും താൻ ജീവിതത്തിൽ ഒളിച്ചോടിയിട്ടുണ്ട്. പക്ഷേ തന്റെ മോളെ കാണുമ്പോൾ കാവ്യയുടെ ഓർമ്മകളിൽ നിന്നും ഒളിച്ചോടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അവൻ മെല്ലെ തന്റെ കുഞ്ഞിനരികിൽ ചെന്ന് അവളുടെ കുഞ്ഞു കവിളിൽ ഒരു ഉമ്മ കൂടെ കൊടുത്ത് അവളെ ഒന്ന് തലോടിയ ശേഷം വേഗം അവന്റെ മൊബൈൽ എടുത്ത് വിളിച്ചത് അഡ്വക്കേറ്റ് മേനോനെയാണ്. ഹലോ അലൻ സാർ, മോളെന്ത് ചെയ്യുന്നു? ഓക്കെ അല്ലേ? മേനോൻ അപ്പോൾ അലനോട് ചോദിച്ചു. കുഴപ്പമില്ല മേനോൻ സാറേ, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാൻ വിളിച്ചത് വേറൊരു കാര്യം അറിയാനാണ്. കാവ്യ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോയില്ലേ? അലൻ മേനോനോട് ചോദിച്ചു. ഓ സാറേ, അവര് 3 ദിവസത്തിനകം തന്നെ പോയല്ലോ. നോർമൽ ഡെലിവറി ആയിരുന്നില്ലേ? പിന്നെ അവരുടെ സെറ്റിൽമെന്റും കാര്യങ്ങളുമെല്ലാം ഞാൻ ക്ലിയർ ചെയ്തതായി സാറിനോട് പറഞ്ഞിരുന്നല്ലോ. ഇനി അവരെ ചൊല്ലി നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ആ ചാപ്റ്റർ അവിടെ കഴിഞ്ഞു. നമ്മുടെ കുഞ്ഞ് നമ്മുടെ കയ്യിലെത്തി. സാർ അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. സാർ എന്തായാലും കുഞ്ഞിന്റെ കൂടെ എൻജോയ് ചെയ്യുന്ന നിമിഷമല്ലേ ഇത്. അതിനിടയ്ക്ക് മറ്റു കാര്യങ്ങളൊന്നും കൂടുതൽ പറയണ്ട എന്ന് കരുതിയാ ഞാൻ പറയാതിരുന്നത്. മേനോൻ പറഞ്ഞപ്പോൾ അലൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. അതല്ല മേനോൻ സാർ. സാർ എനിക്ക് അവളെ ഒന്ന് കാണണം, കാവ്യയെ. അത് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. അലൻ പറഞ്ഞപ്പോൾ മേനോൻ ഒന്ന് ഞെട്ടി. എന്താ സാർ, എന്താ ഇപ്പോ അങ്ങനെ ഒരു ആവശ്യം? മേനോൻ അലനോട് ചോദിച്ചു. അതൊന്നുമില്ല, കാണണമെന്നൊരു തോന്നൽ, അലൻ പറഞ്ഞു. എന്താണ് അലൻ സാർ, ഒഫീഷ്യൽ ആണോ അതോ പേഴ്സണൽ ആണോ? നിയമപരമായി ഇനിയൊരു കാണലിന്റെ ആവശ്യമില്ലല്ലോ. അലൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് മേനോന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അറിയില്ല സാർ, കാണണമെന്ന് തോന്നുന്നു. കണ്ടു കഴിയട്ടെ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. സാർ, എനിക്ക് അവളുടെ അഡ്രസ് ഒന്ന് വാട്സപ്പ് ചെയ്യണം, വളരെ പെട്ടെന്ന് തന്നെ. അലൻ പറഞ്ഞപ്പോൾ മേനോൻ ഒന്ന് ചിരിച്ചു. എന്താ അലൻ സാറേ, ഇനി വല്ല പ്രേമവും? മേനോൻ തമാശ പോലെയാണ് അലനോട് ചോദിച്ചത്. അത് എന്താണെന്നറിയില്ല, ഞാനൊന്ന് കാണട്ടെ. അലൻ പറഞ്ഞപ്പോൾ മേനോൻ സാറിന് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഞാൻ വാട്സപ്പ് ചെയ്യാം, എല്ലാം സാറിന്റെ ഇഷ്ടം. പിന്നെ ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, നമ്മളും അവരും തമ്മിൽ നിയമപരമായ ഉടമ്പടിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ പോലും സാറും ആ പെൺകുട്ടിയും തമ്മിൽ നല്ല ചേർച്ചയാണ് കേട്ടോ.
ഞാൻ എന്തായാലും അഡ്രസ് വാട്സപ്പിൽ അയക്കാം. മേനോൻ അത് പറഞ്ഞപ്പോൾ അലന്റെ ചുണ്ടിൽ ഒരു ചിരി ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് മേനോൻ അപ്പോൾ തന്നെ അവളുടെ കറക്റ്റ് അഡ്രസ് അലൻ അയച്ചു കൊടുത്തു. കുഞ്ഞിനെ നോക്കാൻ വീട്ടിൽ എഫിഷ്യന്റ് ആയ ആളുകളെ നിയമിച്ചിരുന്നത് കൊണ്ട് തന്നെ അലൻ എപ്പോൾ വേണമെങ്കിലും പുറത്തു പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിറ്റേന്ന് തന്നെ അലൻ അഡ്വക്കേറ്റ് മേനോൻ കൊടുത്ത അഡ്രസ് അന്വേഷിച്ച് അവന്റെ കാറും എടുത്തിറങ്ങി. ടൗണിലെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി പൂർണ്ണമായും നാട്ടിൻപുറം എന്ന് പറയാൻ പറ്റാത്തൊരിടത്തരം ഏരിയയിലേക്കാണ് കാവ്യയുടെ അഡ്രസ് കണ്ടുപിടിച്ച് അലൻ എത്തിയത്. അവന്റെ കാർ അവളുടെ വീടിന് മുൻപിലുള്ള റോഡ് സൈഡിൽ നിർത്തി അവൻ കാറിൽ നിന്നിറങ്ങി. കാവ്യ എന്ന് പറയുന്ന കുട്ടിയുടെ വീട് ഇത് തന്നെയല്ലേ? അതിലെ പോകുന്ന ഒരു മരം വെട്ടുകാരനോട് അലൻ അപ്പോൾ ചോദിച്ചു. കാവ്യ നമ്മുടെ മരിച്ചുപോയ ഗോവിന്ദമാഷിന്റെ മോളല്ലേ? അയാൾ അവനോട് ചോദിച്ചു. അത് കേട്ടതും അലൻ ഒന്ന് ഞെട്ടി. കാവ്യയോടൊപ്പം ഉണ്ടായിരുന്ന പ്രായമായ അച്ഛൻ മരണപ്പെട്ടു പോയെന്ന് അപ്പോഴാണ് അലന് മനസ്സിലായത്. അത് ഗോവിന്ദമാഷിന്റെ മോള് തന്നെയാണ്. പക്ഷേ അദ്ദേഹം മരിച്ച വിവരം അറിയില്ല. അലൻ പറഞ്ഞു. ആ സാറ് ദൂരെ നിന്നാണോ? അദ്ദേഹം മരിച്ചിട്ടിപ്പോ 4 ദിവസമായേ ഉള്ളൂ, അയാൾ പറഞ്ഞു. പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് കാവ്യയോടൊപ്പം ഉണ്ടായിരുന്ന പ്രായമായ ആ അച്ഛന്റെ മുഖം ഓർമ്മ വന്നു. തല താഴ്ത്തിയിട്ട് ബഹുമാനത്തോടെ മാത്രം സംസാരിക്കുന്ന, എപ്പോഴും അവൾക്കൊപ്പം താങ്ങായി തണലായി കൂട്ടിരിക്കുമായിരുന്ന അയാളെ ഓർത്തപ്പോൾ അവനെന്തോ പെട്ടെന്നൊരു വിഷമം തോന്നി. മരിച്ചു പോയെന്ന് കേട്ടപ്പോൾ അവൻ ഒരു നിമിഷം വിശ്വസിക്കാനായില്ല. ഇത് തന്നെയാ സാറേ വീട്, അയാൾ പറഞ്ഞപ്പോൾ അലൻ പതിയെ അവളുടെ വീട്ടുമുറ്റത്തേക്ക് ചെന്നു. വീടിന്റെ മുറ്റത്താകെ അപ്പോൾ കരിയിലകൾ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അലന്റെ വില കൂടിയ ഷൂ കരിയിലകളിൽ അമർന്നപ്പോൾ ഒരു ശബ്ദമുണ്ടാക്കി. ചുറ്റുപാടും നോക്കിക്കൊണ്ട് അവൻ ആ വീടിന്റെ ഉമ്മറത്തേക്ക് ചെന്നു. ഇവിടെയെങ്ങും ആരെയും കാണാനില്ലല്ലോ. അവൻ ഒന്നുകൂടെ ചുറ്റിലും നോക്കി. അലൻ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പഴയ സ്വിച്ച് ബോർഡിൽ കൈ അമർത്തി. അവന്റെ കൈ അമർന്നപ്പോൾ അകത്തുനിന്ന് കോളിംഗ് ബെൽ ശബ്ദിച്ചു. ഒന്നാമതും രണ്ടാമതും ബെല്ലടിച്ചു കഴിഞ്ഞപ്പോൾ അകത്തുനിന്ന് ഒരനക്കവും ഉണ്ടായില്ല. എങ്കിലും അലൻ ചുറ്റിലും നിരീക്ഷിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. എന്നാൽ വീണ്ടും ബെല്ലടിഞ്ഞപ്പോൾ പതിയെ ഉമ്മറത്തെ വാതിൽ തുറന്നു. വാതിൽ തുറന്നതും വാതിൽക്കൽ നിൽക്കുന്ന കാവ്യയെ കണ്ടതും അലൻ ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. താൻ ആദ്യമായി കാണുമ്പോൾ ഉള്ള കാവ്യയുടെ രൂപമോ പ്രസവ സമയത്തുണ്ടായിരുന്ന പോലെയോ ആയിരുന്നില്ല അവളപ്പോൾ. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് ആകെ മെലിഞ്ഞ് കരിവാളിച്ച് കരഞ്ഞു കലങ്ങിയ കൺതടങ്ങളും ഇടുങ്ങിയ മുഖവുമായി അവൾ അലനെ നോക്കി. അലനെ അവൾ അവിടെ ഒട്ടും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. സാർ എന്താ വന്നത്? മോൾക്ക് സുഖമല്ലേ? അവൾ അവനെ കണ്ടതും കരഞ്ഞുകൊണ്ട് ഓടി വന്ന് ചോദിച്ചു. അലൻ അപ്പോൾ മറുപടി പറയാതെ അവളെ തന്നെ ആകെ ഒന്ന് നോക്കുകയായിരുന്നു. മോള് സുഖമായിരിക്കുന്നു അച്ഛൻ, ഞാൻ ഒന്നും അറിഞ്ഞില്ല, ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ്, അലൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അച്ഛൻ പോയിട്ട് എന്നേക്ക് 4 ദിവസമായി. പെട്ടെന്നായിരുന്നു. തലേ ദിവസം എന്തോ ഒരു അസ്വസ്ഥതയൊക്കെ കാണിച്ചിരുന്നു. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിരുന്നു. കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവര് തിരികെ വിട്ടു. പക്ഷേ അന്ന് രാത്രി, പറയുമ്പോൾ അവളുടെ ശരീരം വിറയ്ക്കുകയായിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. സാർ കയറിയിരിക്കൂ, ഇരിക്കാനുള്ള വൃത്തിയൊന്നും ഇവിടെയില്ല. അവൾ വേഗത്തിൽ അകത്ത് ചെന്ന് ഒരു കസേര എടുത്ത് ഉമ്മറത്തേക്കിട്ടു. എന്നിട്ട് അലനിരിക്കാനായി ഒരു തുണി കൊണ്ട് വേഗത്തിൽ അത് തുടച്ചു കൊടുത്തു. നിനക്കിതെന്തു പറ്റി കാവ്യ? നീ ആകെ മാറിയല്ലോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കുഞ്ഞിനെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ നിലത്തൊന്നുമല്ലായിരുന്നു. അതിനിടയ്ക്ക് കാവ്യയുടെ കാര്യം ചോദിക്കാൻ വിട്ടുപോയതാണ്, അല്ലാതെ മനഃപൂർവ്വം മറന്നതല്ല. എത്ര വലിയ കാശിനായിരുന്നു നമ്മൾ തമ്മിലുള്ള കരാർ. എന്നിട്ടും കാവ്യ ഇപ്പോഴും ഇങ്ങനെ ഒരു വീട്ടിൽ തനിച്ച്, അതും ഒരു മരണം നടന്ന വീടല്ലേ? എന്നിട്ടും കാവ്യ മാത്രമേ ഇവിടെ ഉള്ളൂ. അലൻ കാര്യമറിയാതെ അവളെ നോക്കി. അവൾ അപ്പോൾ അവളുടെ കണ്ണുനീർ ഒരു കൈകൊണ്ട് തുടച്ചു. അത് സാർ, എന്റെ അമ്മ ഉറങ്ങുന്ന മണ്ണാണിത്. അച്ഛൻ ഒരു സ്ട്രോക്ക് വന്ന് തളർന്നു കിടപ്പിലായപ്പോൾ അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇത് പണയം വെച്ചത്. പിന്നീട് അച്ഛൻ എണീറ്റ് നടക്കാൻ പറ്റുന്ന രീതിയിലായെങ്കിലും ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ വീട് ജപ്തിയിലായിരുന്നു. അമ്മ ഉറങ്ങുന്ന ഈ മണ്ണ് വിട്ടുകൊടുക്കാതിരിക്കാൻ എന്നെ കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്തു. അതിനൊപ്പം അച്ഛന്റെ മരുന്ന് വാങ്ങാൻ പോലും പൈസ ഇല്ലാതായപ്പോളാ അച്ഛൻ പുറംപണിക്ക് സഹായിക്കാൻ പോകുന്ന വീട്ടിലെ സാറ് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാര്യം അറിയുന്നത്. എങ്ങനെയെങ്കിലും അച്ഛന്റെ ചികിത്സ നടക്കണം, അച്ഛന്റെ മരുന്ന് മുടങ്ങരുത്, ഈ വീട് കൈവിട്ടു പോകരുത്. അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ സാറിന്റെ അരികിൽ വന്നത്. പക്ഷേ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിന്റെ തീവ്രത എന്താണെന്ന് എനിക്ക് അപ്പോൾ അറിയില്ലായിരുന്നു. എന്നെ പോലെ ഒരു പെൺകുട്ടിയുടെ മനസ്സിന് താങ്ങാനാവുന്ന കാര്യമല്ല അതെന്നൊന്നും അപ്പോൾ ഞാൻ ചിന്തിച്ചില്ല. പ്രസവം കഴിഞ്ഞ് വയർ കാലിയായപ്പോഴാണ് എന്റെ കുഞ്ഞിനെ ഓർത്തപ്പോൾ ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നി തുടങ്ങിയത്.
ഇതിനേക്കാളൊക്കെ മുൻപ് ഒരു കുപ്പി വിഷം വാങ്ങി എനിക്കും അച്ഛനും മരിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നി. ഡെലിവറി കഴിഞ്ഞ് ഇവിടെ എത്തിയെങ്കിലും എന്റെ വിഷമം കണ്ട് അച്ഛനും ആകെ വയ്യാതെ ആയിരുന്നു. കൂട്ടത്തിൽ ഈ കാര്യം എങ്ങനെയോ പുറത്തറിഞ്ഞപ്പോൾ ബന്ധുക്കളെല്ലാം ഇവിടെ വന്ന് അച്ഛനോട് വലിയ വഴക്കുണ്ടാക്കി. ഏറ്റവും ഒടുവിൽ അച്ഛന് പൈസ കൈകാര്യം ചെയ്യാൻ അറിയില്ല, അവരെല്ലാത്തിനും സഹായിക്കാമെന്ന് പറഞ്ഞ് എത്രയോ പൈസ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുത്തു. 9 മാസം വയറ്റിലിട്ട് കാലി വയറോടെ എന്റെ മോളെ സാറിനെ ഏൽപ്പിച്ച് തിരികെ വന്ന മാനസികാവസ്ഥയിൽ ക്യാഷാണ് വലുതെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചുമില്ല. ഇന്ന് അച്ഛൻ മരിച്ചിട്ട് 4ാമത്തെ ദിവസമാണ്. മരണശേഷമാണ് ഞാൻ അറിഞ്ഞത്. അച്ഛന്റെ ബന്ധുക്കളെല്ലാം അച്ഛനെ പറഞ്ഞു പറ്റിച്ച് സാറ് തന്ന പൈസയൊക്കെ കൈക്കലാക്കിയെന്ന്. ഒടുക്കം വാടക ഗർഭം ചുമന്ന ഒരു പെണ്ണിനെ അവരുടെ കുടുംബത്തിൽ ആർക്കും ഇനി വേണ്ടെന്നും. അച്ഛന്റെ മരണശേഷം അവരെല്ലാവരും എന്നെ ഇട്ടിട്ടു പോയി. എന്നെ കൂടാതെ ഒരു മോളുകൂടിയുണ്ട് അച്ഛന്, എന്റെ ചേച്ചി. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ കടം പോലും വീട്ടിയത് സാറ് തന്ന പൈസ കൊണ്ടാണ്. അവളും വാങ്ങിച്ചെടുത്തു അച്ഛന്റെ കയ്യിൽ നിന്ന് വലിയൊരു തുക. എന്നിട്ടിപ്പോ എന്നെ വലിച്ചെറിഞ്ഞിട്ട് എല്ലാവരും പോയി സാർ. കാവ്യ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അലനാകെ ഞെട്ടിപ്പോയിരുന്നു. അവളോട് എന്ത് പറയണമെന്നറിയാതെ അവൻ അവളെ തന്നെ നോക്കി. അവൾ അപ്പോൾ വേഗത്തിൽ കണ്ണുനീർ തുടച്ചു. സാറിന് ഞാൻ ചായ എടുക്കാം, പാലില്ല, കട്ടൻ എടുക്കാം, ഇവിടെ നിന്നും കുടിക്കുമോ? അവൾ അവനോട് ചോദിച്ചു. അലൻ അപ്പോൾ അവളെ ഒന്നുകൂടെ നോക്കി. കുടിക്കുന്നതിൽ പ്രശ്നമുണ്ടായിട്ടല്ല, പക്ഷെ ഇപ്പോൾ വേണ്ട. കാവ്യയോടും അച്ഛനോടും തീർത്താൽ തീരാത്ത നന്ദി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കരാറിലുള്ളതിനേക്കാൾ കൂടുതൽ പൈസ ഞാൻ നിങ്ങൾക്ക് തന്നത്. എന്നിട്ട് അതെല്ലാം മറ്റുള്ളവർ പറ്റിച്ചെടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്ര ലോകപരിചയമില്ലാതെ പെരുമാറുമെന്നറിയാമായിരുന്നെങ്കിൽ ഞാൻ അഡ്വക്കേറ്റ് മേനോനോട് പറഞ്ഞ് അത് എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും വഴി ഉണ്ടാക്കി തന്നേനെ. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയൊന്നും ഞാൻ ഓർത്തതുമില്ല. സാരമില്ല, എന്തായാലും വിഷമിക്കാതിരിക്കൂ. പെട്ടെന്ന് അച്ഛൻ പോയി എന്ന് കേട്ടപ്പോൾ എനിക്കും ഒരു വിഷമം തോന്നി. കുറച്ചു നാളായി ഞാനും അച്ഛനെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരുന്നതല്ലേ. കാവ്യ വിഷമിക്കല്ലേ, എനിക്കിപ്പോൾ അതല്ലേ പറയാൻ പറ്റൂ. അലൻ അവളോട് പറഞ്ഞു. സാരമില്ല സാർ. പിന്നെ ആകെയുള്ള ആശ്വാസം അമ്മ ഉറങ്ങുന്ന ഈ മണ്ണ് തിരിച്ചു പിടിക്കാനായെന്നുള്ളതാണ്. ഇപ്പോൾ അച്ഛനും ഇതേ മണ്ണിൽ തന്നെയാണ്. അവർക്ക് രണ്ടാൾക്കും അരികിലേക്ക് ചെല്ലാനുള്ള ആലോചനയിലായിരുന്നു ഞാൻ. ഈ ദിവസങ്ങളിൽ അത്രയും അതായിരുന്നു ചിന്ത. പക്ഷേ എവിടെയോ എന്റെ കുഞ്ഞെന്നെ അമ്മയെന്ന് വിളിക്കുന്ന പോലെ തോന്നുമ്പോൾ അതിന് കഴിയുന്നില്ല സാർ. നിയമപരമായ നടപടികളെല്ലാം കഴിഞ്ഞെന്നറിയാം. എന്റെ കുഞ്ഞിൽ എനിക്ക് ഒരവകാശവും ഇല്ലെന്നും അറിയാം. എങ്കിലും ഇപ്പോൾ എനിക്ക് എന്റെ സ്വന്തമെന്ന് പറയാൻ അവൾ മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ. മരണത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിന് മുൻപ് സാറിനെ വന്ന് കണ്ട് കാല് പിടിച്ചിട്ടാണെങ്കിലും എന്റെ കുഞ്ഞിന്റെ മുഖം ഒരു നോക്ക് കണ്ടിട്ട് മരിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നൊന്ന് കണ്ടോട്ടെ സാറേ. ഒരവകാശവും പറയില്ല. പ്രസവിച്ചവളെന്നോ ഒരമ്മയെന്നോ ഉള്ള ഒരു അവകാശവും എനിക്ക് വേണ്ട. കാശിന് പ്രസവിച്ച ഒരു പെണ്ണായിട്ട് തന്നെ കണ്ടാൽ മതി. പക്ഷേ ഒരു നോട്ടം കാണാൻ എന്നെ ഒന്ന് അനുവദിക്കാമോ? അവൾ അത് പറഞ്ഞുകൊണ്ട് അവന്റെ കാലിലേക്ക് വീണതും അലനാകെ തകർന്നു പോവുകയായിരുന്നു. എങ്ങനെ അവളെ സമാധാനിപ്പിക്കണമെന്നറിയാതെ അലൻ വേഗം അവളെ താങ്ങി എണീപ്പിച്ചു. കാവ്യ, നീ എന്റെ ഒപ്പം പോര്. നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ കൂടിയാ ഞാൻ വന്നത്. ഇന്നലെ രാത്രി മോളെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് നിന്നെ പോലെ തന്നെയാ തോന്നുന്നത്. നിന്നെ പകർത്തി വെച്ചതുപോലെയാ അവള്. അവളെ കൊഞ്ചിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് നിന്നെ കാണാൻ തോന്നി. അല്ലാതെ ഞാൻ ഇവിടെ വരെ നിന്നെ തേടി വരില്ലല്ലോ. നീ എന്റെ ഒപ്പം വാ. ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ ചതിച്ചാലും അതൊന്നും കാര്യമാക്കല്ലേ. നിനക്കും എനിക്കും മോൾക്കും ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ 10 തലമുറക്ക് കഴിയാനുള്ളതും കൂടെ എന്റെ പക്കലുണ്ട്. നീ വരുമോ എന്റെ കൂടെ? അലൻ ചോദിച്ചപ്പോൾ അവൾ ആകെ ഞെട്ടിപ്പോയി. അവൾ അപ്പോൾ കരഞ്ഞുകൊണ്ട് അവനെ നോക്കി. സാർ എന്തായി പറയുന്നത്? അവൾ ഒരടി പിറകോട്ട് നിന്നു. എനിക്ക് കുഞ്ഞിനെ കാണാനുള്ള ഒരു അനുവാദം മാത്രം മതി സാർ. ഒരിക്കൽ മാത്രം ഞാൻ ഒന്ന് കണ്ടിട്ട് ഒന്ന് എടുത്തോട്ടെ എന്റെ കുഞ്ഞിനെ. അവൾ അത് പറഞ്ഞ് അവന്റെ മുന്നിൽ മുഖം പൊത്തി കരയുമ്പോൾ അലന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. അവൻ അപ്പോൾ അവൾക്കരികിലേക്ക് ചെന്ന് മെല്ലെ അവളെ അവനോട് ചേർത്തു പിടിച്ചു. ഒരു നിമിഷം അവൾ കരഞ്ഞുകൊണ്ട് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. കാവ്യ, കുഞ്ഞിന്റെ കാര്യത്തിൽ ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ശരിയാണെന്ന ബോധ്യം എനിക്കുണ്ട്. എന്റെ മോൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചോട്ടെ നിന്നെ. നീ പറഞ്ഞതുപോലെ തന്നെ എനിക്കുമുണ്ടൊരു ഭൂതകാലം. ഞാൻ സ്നേഹിച്ചവരൊക്കെയും എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ. എല്ലാവർക്കും എന്റെ പണമായിരുന്നു ആവശ്യം. എന്റെ അച്ഛന്റെ ബന്ധുക്കാരിൽ ചിലർ എന്നെ ചതിച്ചിട്ടുണ്ട്. പിന്നെ ബിസിനസ്സിൽ ഞാൻ ഒപ്പം കൂട്ടി എന്റെ ഉയർച്ചക്കൊപ്പം തന്നെ വളർത്തിയിട്ടും എന്റെ കയ്യിൽ നിന്ന് പലതും തട്ടിയെടുത്ത് മറ്റു ചിലർ എന്നെ ചതിച്ചിട്ടുണ്ട്. ഉറ്റവൻ എന്ന് കരുതി കൂടെ നിർത്തിയ കൂട്ടുകാരനും പൈസയ്ക്ക് വേണ്ടി എന്നെ ചതിച്ചിട്ടുണ്ട്. എന്തിനധികം പറയുന്നു, സ്നേഹിച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടിയുടെ പോലും നോട്ടം എന്റെ പണത്തിൽ മാത്രമായിരുന്നു എന്ന് ഞാൻ സങ്കടത്തോടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്.
എല്ലാവരെയും വെറുത്തിട്ടാ, ആരെയും വിശ്വാസമില്ലാത്തതുകൊണ്ടാ, ഈ ഭൂമിയിൽ ഇനി ആരെയും വിശ്വസിക്കേണ്ടെന്ന് തോന്നിയതുകൊണ്ടാ ഒടുക്കം എന്റെ ചോരയിൽ ഒരു കുഞ്ഞു വേണമെന്ന് മാത്രം ആഗ്രഹിച്ചത്. പക്ഷേ ഇപ്പോൾ തോന്നുന്നു, എന്റെ മോളോടൊപ്പം എനിക്ക് നിന്നെയും വേണം. നിനക്ക് എന്റെ ഒപ്പം വരാമോ? എന്റെ കുഞ്ഞിനെ പ്രസവിച്ചവളാണ് നീ. ആ ഒരു ബന്ധം നമ്മൾ തമ്മിൽ എന്നുമുണ്ട്. ആ ഒരു അധികാരത്തോടെ തന്നെയാണ് ഞാൻ വിളിക്കുന്നതും. നമുക്ക് നമ്മുടെ മോളോടൊപ്പം ജീവിച്ചൂടെ? അലൻ അത് ചോദിച്ചുകൊണ്ട് ഈറനണിയുന്ന കണ്ണുകളോടെ അവളെ തന്നോട് ചേർത്തു പിടിച്ചു. കാവ്യ അപ്പോൾ കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു. എല്ലാവരാലും ചതിക്കപ്പെട്ട് ബിസിനസിന്റെ ലോകത്ത് മാത്രം നിലനിന്നിരുന്ന അലന് അവനേക്കാൾ താഴെത്തട്ടിലാണെങ്കിലും അതേ ചതി തന്നെ നേരിട്ട കാവ്യയുടെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് അപ്പോൾ നന്നായി മനസ്സിലാകുന്നുണ്ടായിരുന്നു. അച്ഛനും കൂടി ഇല്ലാതായ സാഹചര്യത്തിൽ അവളെ എങ്ങനെയാണ് സമാധാനിപ്പിക്കേണ്ടതെന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. വിഷമത്തോടെ മെല്ലെ അവളുടെ മുടിയിൽ തലോടി അവളെ ആശ്വസിപ്പിക്കുമ്പോൾ പെട്ടെന്നാണ് അവന്റെ നെഞ്ചിൽ ഒരു നനവ് പടരുന്ന പോലെ അവന് തോന്നിയത്. അവൾ അവന്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ ഡ്രസ്സിൽ നിന്ന് അവന്റെ ഷർട്ടിലേക്കൊരു നനവ് പടരുകയായിരുന്നു. ഒരു നിമിഷം അവൻ അവളെ അവനിൽ നിന്ന് അടർത്തി മാറ്റി അവളുടെ ഡ്രസ്സിലേക്ക് നോക്കി. ആ കാഴ്ച കണ്ടതും അലൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അവൾ ഇട്ടിരിക്കുന്ന ചുവപ്പ് ചുരിദാറിന്റെ ടോപ്പിൽ ആകെ മുലപ്പാൽ പടർന്നിറങ്ങി ഒരു വലിയ വൃത്താകൃതിയിൽ നനഞ്ഞിരിക്കുന്നു. അത് കണ്ടതും ഒരു നിമിഷം അലന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. എത്രയൊക്കെ പൈസ വാങ്ങി ചെയ്തതാണെന്ന് പറഞ്ഞാലും അവളും തന്റെ കുഞ്ഞും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും മുറിഞ്ഞിട്ടില്ലെന്ന് അവന് തോന്നി. അമ്മയും കുഞ്ഞും പിരിഞ്ഞിട്ടും അവളുടെ ശരീരം ഇപ്പോഴും മാതൃത്വത്തിന്റെ വികാരം പേറുകയായിരുന്നു. അവന്റെ കണ്ണുകൾ അപ്പോൾ ആ നനവിന്റെ പാടിൽ തന്നെ തങ്ങി നിന്നു. പണം നൽകി മായ്ച്ചു കളയാൻ സാധിക്കാത്ത തന്റെ കുഞ്ഞിന്റെ സാമീപ്യം പേറുന്ന അവളുടെ മാതൃത്വത്തിന്റെ ജീവസുറ്റ തെളിവാണതെന്ന് അവന്റെ മനസ്സ് പറഞ്ഞു. എന്റെ കുഞ്ഞിന്റെ വിശപ്പ് മാറാൻ ദൈവം ഒരുക്കി വെച്ച അമൃത് ഇപ്പോൾ കുഞ്ഞടുത്തില്ലാത്തതുകൊണ്ട് അവളുടെ ദുഃഖത്തിൽ ഒഴുകിപ്പോവുകയാണെന്ന് അവൻ മനസ്സിൽ പറഞ്ഞു. കാവ്യ, അവളുടെ 2 ഷോൾഡറിലും പിടിച്ച് അവൻ വിളിക്കുമ്പോൾ അവന്റെ ശബ്ദം വല്ലാതെ അടഞ്ഞു പോവുകയായിരുന്നു. നീ വാ, മോളെ കാണാനുള്ള അവകാശം നിനക്കുണ്ട്. ഞാൻ അവളുടെ അച്ഛനാണെങ്കിൽ നീ അവളുടെ അമ്മയാണ്. അവളെ 9 മാസം വയറ്റിലിട്ട് പ്രസവിച്ച അവളുടെ അമ്മ. നിന്റെ ഇപ്പോഴത്തെ വേദനയ്ക്ക് ഇങ്ങനെയെങ്കിലും ഒരു അറുതി വരുത്താൻ നീ എന്നെ സഹായിക്കണം. ഒപ്പം എന്റെ മനസ്സിനൊരു സമാധാനം നൽകാനും. കാവ്യക്കപ്പോൾ മറുപടി പറയാൻ കഴിഞ്ഞില്ല. മനസ്സിലെ വേദനയ്ക്കൊപ്പം കണ്ണുനീരും മാറിലെ പാലൊഴുകുന്ന നനവും അലന്റെ വാക്കുകളും കൂടായപ്പോൾ അവൾക്ക് ആ നിമിഷം താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ശബ്ദം പുറത്തു വരാതെ സ്വരമിടറിക്കൊണ്ട് അവൾ കരയുമ്പോൾ അലൻ മറ്റൊന്നും നോക്കാതെ അവളെ അവനോട് ചേർത്തു പിടിച്ചു. അവൾക്കൊരാശ്വാസം കിട്ടാനെന്ന പോലെ അവൻ അവളെ തഴുകി തലോടി. എന്നാൽ ആ തഴുകലിനേക്കാളും തലോടലിനേക്കാളും ഒക്കെ 100 ഇരട്ടി കണ്ണുനീർ ഊർന്നിറങ്ങുന്ന നിമിഷമായിരുന്നു. അലന്റെ വീട്ടിലെത്തി അവൾ അവളുടെ പൊന്നോമനയെ വാരിയെടുക്കുമ്പോൾ അലൻ കണ്ടത്. വാരിപ്പുണർന്ന് നിധി കിട്ടിയ സന്തോഷത്തിൽ അവൾ അവളുടെ കുഞ്ഞിനെ ഉമ്മകൾ കൊണ്ട് മൂടുമ്പോൾ ഒരമ്മയുടെ ഹൃദയം നുറുങ്ങുന്ന സ്നേഹത്തിന് പകരം വെക്കാൻ ഈ ഭൂമിയിൽ ഒരു പണത്തിനുമാകില്ലെന്ന് അലൻ ഉറപ്പിക്കുകയായിരുന്നു. പ്രസവിച്ചിട്ട് ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂ എങ്കിലും അവളുടെ സാമീപ്യം കുഞ്ഞിനും അറിയാൻ കഴിയുന്ന പോലെ അവന് തോന്നി. കാവ്യ കുഞ്ഞിനെ വാരിപ്പുണരുമ്പോൾ കുഞ്ഞവളുടെ കുഞ്ഞിളം നാവുകൊണ്ട് എന്തൊക്കെയോ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. നീ അവൾക്ക് പാല് കൊടുക്ക്. ഇടറുന്ന ശബ്ദത്തോടെ അവനത് പറഞ്ഞപ്പോൾ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് കാവ്യ അവനെ നോക്കി. പിന്നെ മറ്റൊന്നും നോക്കാതെ അവൾ അവളുടെ പൊന്നോമനയെ വാരിപ്പുണർന്നുകൊണ്ട് വേഗം ആ മുറിയിലെ കട്ടിലിന്റെ ഓരത്ത് ചെന്നിരുന്നു. വേഗത്തിൽ അവൾ തന്റെ ചുരിദാറിന്റെ ടോപ്പിനുള്ളിൽ നിന്നും മുലപ്പാൽ തൂകി നിൽക്കുന്ന തന്റെ മാറു പുറത്തെടുത്ത് മധുരമൂറുന്ന അമൃത് ആ കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ നേഴ്സുമാരുടെ കുപ്പിപ്പാൽ നുണയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ആർത്തിയോടെ കുഞ്ഞാ മുലപ്പാൽ നുകരുന്നത് അലൻ അവിടെ നിന്നും നോക്കിക്കണ്ടു. കാവ്യ അപ്പോൾ തന്റെ മാതൃത്വത്തിന്റെ വികാരം കൊണ്ട് അവളുടെ കുഞ്ഞിനെ തലോടി. താൻ ഇത്രനാൾ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ കാഴ്ചയാണതെന്ന് അലൻ അപ്പോൾ തോന്നി. അവളും കുഞ്ഞും തമ്മിലുള്ള സന്തോഷ നിമിഷങ്ങൾ മാത്രമായിരുന്നു അന്ന് പകൽ മുഴുവൻ ആ വീട്ടിൽ. അന്ന് രാത്രിയിൽ കാവ്യയെ തന്റെ മുറിയിലാണ് അലൻ കിടത്തിയത്. ആദ്യം ഒരൽപ്പം മടി കാണിച്ചെങ്കിലും അവൻ നിർബന്ധിച്ചപ്പോൾ തന്റെ കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവൾ ആ മുറിയിൽ കുഞ്ഞിനൊപ്പം ചേർന്ന് കിടന്നു. രാജകീയമായ കിടക്കയിൽ കാവ്യയും കുഞ്ഞും ചേർന്ന് ശാന്തമായി ഉറങ്ങുകയായിരുന്നു. എന്നാൽ അലൻ അപ്പോഴൊക്കെയും ഉറക്കമില്ലാതെ കസേരയിലിരുന്ന് അവരെ തന്നെ നോക്കുകയായിരുന്നു. അവന്റെ മനസ്സ് നിറയെ അപ്പോൾ മോളെപ്പോലെ തന്നെ കാവ്യയും ഉണ്ടായിരുന്നു. താൻ പണം നൽകി സ്വന്തമാക്കിയ കുഞ്ഞിന് പണം കൊണ്ട് വിലയിടാൻ സാധിക്കാത്ത ഒരമ്മയുടെ സ്നേഹം ലഭിക്കുന്ന ആ സുന്ദരമായ കാഴ്ച അവൻ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു. കാവ്യയുടെ മുഖം അപ്പോൾ വല്ലാതെ സൗമ്യവും ശാന്തവുമായിരുന്നു. രണ്ടുപേരെയും കാണുമ്പോൾ ഒരച്ചിലിട്ട് വാർത്ത പോലെ അലന് തോന്നി.
നാളുകളായി ദുഃഖവും ദുരിതവും കാരണം അലഞ്ഞു നടന്ന് ഒടുവിൽ എല്ലാവരാലും ചതിക്കപ്പെട്ട് ഒറ്റപ്പെട്ട അവളുടെ ജീവിതത്തിൽ അപ്പോൾ വലിയൊരു സമാധാനം തളം കെട്ടി നിന്നിരുന്നു. അപ്പോഴാണ് അലൻ അത് ശ്രദ്ധിച്ചത്. കാവ്യയുടെ നെഞ്ചോരം ചേർന്ന് കിടന്നുറങ്ങുന്ന കുഞ്ഞിന്റെ ചെറുവിരലുകൾ അവളുടെ നെഞ്ചിലെ വസ്ത്രത്തിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. അലൻ അപ്പോൾ പതിയെ എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ അവർക്കരികിലേക്ക് ചെന്നു. എന്നിട്ട് കട്ടിലിൽ അവർക്കരികിലായി ഇരുന്നു കൊണ്ട് അവരെ രണ്ടുപേരെയും സ്നേഹത്തോടെ നോക്കിക്കണ്ടു. ഇവർ രണ്ടുപേരുമായിരുന്നു എന്റെ ജീവിതം. പലയിടത്തും ഞാൻ ചതിക്കപ്പെട്ടപ്പോഴും ദൈവം എനിക്കായി കരുതി വെച്ചത് ഇതായിരുന്നു. അവൻ അവന്റെ കൈനീട്ടി ആദ്യം അവന്റെ കുഞ്ഞു മോളുടെ നെറ്റിയിൽ മൃദുവായി തലോടി. ശേഷം തന്റെ നേർത്ത വിരലുകൾ കാവ്യയുടെ കറുത്ത മുടിയകളിലൂടെ മെല്ലെ ഒന്ന് ഓടിച്ചു. ആ സ്പർശനം ഒരു കരാറുകാരന്റെയോ കാമുകന്റേതോ ആയിരുന്നില്ല, മറിച്ച് തന്റേതാണെന്ന് അവകാശബോധം നിറഞ്ഞ ആദരവുള്ള ഒരു ഭർത്താവിന്റെ തലോടലായിരുന്നു. കാവ്യ, ഇവളാണ് എനിക്കിപ്പോൾ എന്റെ പഴയ ലോകം തിരിച്ചു തന്നത്. വർഷങ്ങൾക്ക് മുൻപ് സ്നേഹിച്ച പെണ്ണ് ചതിച്ചപ്പോൾ ആകെ തകർന്നുപോയ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാനാണ് എല്ലാവരുമായും ഞാൻ വലിയൊരു മതിൽ കെട്ടിയത്. ആ മതിലുകളെല്ലാം ഭേദിച്ച് ഇപ്പോൾ എനിക്കൊരു പെണ്ണും കുഞ്ഞുമുണ്ടല്ലോ. അലന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നി. അവൻ ഒരു നിമിഷം കാവ്യയുടെയും കുഞ്ഞിന്റെയും ഉറക്കത്തിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. പതിയെ കാവ്യ അറിയാതെ അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ നൽകി. അത് അവന്റെ ഉള്ളിലെ ആത്മാർത്ഥമായ പ്രണയത്തിന്റെ ആദ്യത്തെ അടയാളമായിരുന്നു. അന്ന് അവൻ ഉറങ്ങാൻ കഴിഞ്ഞതേയില്ല. അവൻ ഏറെ നേരം എഴുന്നേറ്റ് നടന്നു. കുറെ നേരം കസേരയിൽ ചാരിയിരുന്നു അവരെ തന്നെ നോക്കിക്കണ്ടു. അവർ അറിയാതെ അവരെ രണ്ടുപേരെയും തഴുകി തലോടി. പുറത്ത് ചന്ദ്രന്റെ വെളിച്ചം അപ്പോൾ ജനലിലൂടെ അകത്തേക്ക് അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ സമയം ഏകദേശം 2 മണിയായപ്പോൾ അവന്റെ കുഞ്ഞു മോളുടെ ഭാഗത്തു നിന്നും നേരിയ ശബ്ദം അവൻ കേട്ടു. വിശന്നിട്ടാവണം അവൾ ഉറക്കച്ചടവോടെ തന്നെ കൈകാലുകൾ ഇട്ടടിക്കുന്നുണ്ടായിരുന്നു. ആ കരച്ചിൽ കേട്ടതും കാവ്യ അപ്പോൾ ഞെട്ടി ഉണർന്നു. അയ്യോ, അമ്മയുടെ വാവേ! കാവ്യ വേഗത്തിൽ കട്ടിലിൽ എണീറ്റിരുന്നു. പെട്ടെന്നാണ് അവളുടെ കണ്ണുകൾ റൂമിന്റെ ഒരു കോണിലിരിക്കുന്ന അലനിലേക്ക് നീണ്ടത്. കുഞ്ഞിന് പാല് കൊടുക്കാനായി ഡ്രസ്സിന്റെ സിബ് തുറക്കാൻ പോവുകയായിരുന്ന അവൾക്ക് അലനെ കണ്ടപ്പോൾ എന്തോ ചെറിയൊരു ലജ്ജ തോന്നി. പോരാത്തതിന് അവന്റെ മുന്നിൽ കിടന്നുറങ്ങിപ്പോയതോർത്തപ്പോൾ അവൾക്കൊരു കുറ്റബോധവും തോന്നി. സാർ ഉറങ്ങിയില്ലായിരുന്നോ? കാവ്യ അപ്പോൾ പതിഞ്ഞ സ്വരത്തിൽ അവനോട് ചോദിച്ചു. അലൻ അപ്പോൾ പതിയെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് അവൾക്കരികിലേക്ക് നടന്നു. ഉറക്കം വന്നില്ല, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ സ്നേഹത്തോടെ അത് പറഞ്ഞപ്പോൾ കാവ്യ ഒന്ന് അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അവൻ പറഞ്ഞ ആ വാക്കുകൾ അവളുടെ ഉള്ളത്തിൽ എവിടെയോ ഒന്ന് സ്പർശിച്ചു. അവളുടെ മനസ്സിൽ ഏറെ സന്തോഷം തോന്നി. മോളൂട്ടിക്ക് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു, വേഗം പാല് കൊടുക്ക്. അലൻ അവളുടെ കണ്ണുകളിലേക്ക് അതേ പ്രണയത്തോടെ തന്നെ നോക്കി. അവൾ അപ്പോൾ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി തിരിഞ്ഞിരുന്നപ്പോൾ അവൻ അവൾക്കരികിലേക്ക് ചെന്നു. ഞാൻ സഹായിക്കാം. അലൻ അത് പറഞ്ഞ് കട്ടിലിനരികിലെ മേശപ്പുറത്ത് വെച്ചിരുന്ന തലയിണകൾ എടുത്ത് അവൾക്ക് സുഖമായി ഇരിക്കാൻ സൗകര്യമൊരുക്കി കൊടുത്തു. കാവ്യ അപ്പോൾ ഇട്ടിരിക്കുന്ന ടോപ്പിന്റെ സിബ് തുറക്കാനായി നോക്കുമ്പോൾ അത് വലിച്ചിട്ട് കിട്ടാത്ത പോലെ ഉറച്ചിരിക്കുന്നതായി അവൾക്ക് തോന്നി. അവൾ അപ്പോൾ ശക്തിയിൽ അത് വലിച്ചു താഴ്ത്താൻ നോക്കിയപ്പോഴേക്കും അലന്റെ കൈ ആ സിബിൽ പിടുത്തമിട്ടിരുന്നു. അത് കുറച്ച് കട്ടിയുള്ള വസ്ത്രമായതുകൊണ്ട് തന്നെ സിബ് മാറ്റാൻ അവൾ പ്രയാസപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ അത് മനസ്സിലാക്കിയതുപോലെ അലൻ പിന്നെ ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. അവൻ അവളുടെ അരികിലേക്കൊന്ന് ചേർന്നിരുന്നു. ആ സിബ് ശക്തിയിൽ വലിച്ച് താഴേക്ക് തുറന്നുകൊടുത്തു. ആ സ്പർശത്തിൽ അവന്റെ കൈവിരലുകൾ ചെറുതായി അവളുടെ നെഞ്ചിൽ തൊട്ടുപോയിരുന്നു. എന്നാൽ ആ സ്പർശനം അപ്പോൾ കാവ്യയെ ഞെട്ടിച്ചില്ല, മറിച്ച് അതൊരു ഉത്തരവാദിത്തമുള്ള അച്ഛന്റെ സ്പർശനമാണെന്ന് അവൾ അറിയുകയായിരുന്നു. ഒപ്പം ഒരു നല്ല പങ്കാളിയുടെയും. ഇപ്പോൾ പാല് കൊടുക്കാൻ എളുപ്പമുണ്ടോ? അവൻ തലയണ ഒന്നുകൂടെ ശരിയാക്കി വെച്ചുകൊടുത്ത് അവളോട് ചോദിച്ചു. കാവ്യ അപ്പോൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ അപ്പോൾ വെള്ളം വന്ന് നിറയാൻ തുടങ്ങിയിരുന്നു. ശബ്ദമിടറിക്കൊണ്ട് അവൾ അവനോടൊന്ന് ചെറുതായി മൂളി. അവരുടെ കുഞ്ഞുമോൾ അപ്പോളേക്കും ശാന്തമായി പാല് കുടിക്കാൻ തുടങ്ങിയിരുന്നു. അലൻ അപ്പോൾ അവർക്കരികിൽ തന്നെ ഇരുന്നു. അവൻ കാവ്യയുടെ മുടിയകൾ ഒതുക്കി വെച്ചുകൊടുത്തു. എന്നിട്ട് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ നൽകി. ആ നിമിഷം സന്തോഷം അടക്കി വെക്കാൻ കഴിയാതെ സങ്കടമായി മാറുമ്പോൾ കാവ്യ അവന്റെ ദേഹത്തേക്കൊന്ന് പതിയെ ചേർന്നിരുന്നു. കുഞ്ഞുമോൾ അപ്പോളും പാല് കുടിക്കുന്നതിനിടയിൽ എന്തൊക്കെയോ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. അവളുടെ ആ കുഞ്ഞു ശബ്ദം പോലും ഒരു സംഗീതം പോലെ അലന് തോന്നി. അവൻ കാവ്യയെ നോക്കി സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളെയും തന്റെ പൊന്നുമോളെയും തന്റെ നെഞ്ചോട് ചേർത്തു പിടിച്ചു. അവരെ രണ്ടുപേരെയും അതിരുകളില്ലാത്ത സ്നേഹം കൊണ്ട് മൂടാൻ അവന്റെ മനസ്സ് വെമ്പൽ കൊള്ളുകയായിരുന്നു അപ്പോൾ.